സിസ്റ്റർ നിവേദിത. വിവേകാനന്ദ സ്വാമികൾ എന്നോട് പറയാറുണ്ടായിരുന്നു, ഭാരതത്തിൽ നീ വന്നത് നിന്റെ ലക്ഷ്യം ഇവിടെ സേവനമാണ്, മറ്റുള്ളവരുടെ ഉന്നമനവും നിന്റെ ലക്ഷ്യമാണ്. നീ അവർക്ക് ഉപദേശങ്ങൾ നൽകേണ്ടതില്ല. അറിവിലും ശക്തിയിലും മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠയാണ് നീ എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. പാശ്ചാത്യ ദേശത്തിൽ നിന്ന് നീ ആർജിച്ചെടുത്ത ചിന്താഗതികളെ ഇവിടുത്തെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക. ഏത് സാഹചര്യത്തിലാണ് അവർ ജീവിക്കേണ്ടതെന്ന് നീ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. സ്വാമികളുടെ ഈ വാക്കുകൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ രേഖപ്പെടുത്തി. സാംസ്കാരിക സദസ്സിലേക്ക് വിശിഷ്ട വ്യക്തികൾ അവരുടെ ഇരിപ്പിടത്തിൽ വന്നിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും വേദിക്ക് മുൻവശമുള്ള ഇരിപ്പിടങ്ങളിൽ വന്ന് ഇരിക്കേണ്ടതാണ്. ഓരോരോ ഓട്ടോ
1800 2200 വരെയൊക്കെ കെ ബി ഉണ്ടാവും മാക്സിമം. Now you have come to the அந்த பக்கம் നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന എല്ലാ മഹത് വ്യക്തികളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ വർഷം വിരമിക്കുന്ന ടീച്ചേഴ്സും വേദിയിൽ വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രദ്ധിക്കുക, എല്ലാവരും ഇരിപ്പിടങ്ങളിൽ വന്ന് ഇരിക്കേണ്ടതാണ്. വേദിയിൽ വിശിഷ്ട വ്യക്തികൾ ഇരിക്കുന്നു. വേദിക്ക് പുറത്ത് നിൽക്കാതെ വേദിക്ക് മുൻഭാഗത്തുള്ള ഇരിപ്പിടങ്ങളിൽ എല്ലാവരും വന്ന് ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹെഡ് മാസ്റ്റർ ശാന്ത മാസ്റ്റർ, മുഹമ്മദ് ജാബിർ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് വരേണ്ടതാണ്. PTA പ്രസിഡന്റായ അബ്ദുൾ സമദ് എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് വരേണ്ടതാണ്. ഗ്രൗണ്ടിൽ ഉള്ളിലുള്ള ഇരിപ്പിടത്തിൽ രക്ഷപഥം അലങ്കരിക്കുന്നത് കോഴിക്കോട് സേവാശ്രമം അധിപനായ ശ്രീമദ് സ്വാമി നരസിംഹാനന്ദജി മഹാരാജാണ്. സദസ്സ് ആരംഭിക്കുന്നു. ആദ്യമായി പ്രാർത്ഥന. രൺദീപ് മാസ്റ്റർ. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ
रामकृष्णाय ते नमः। जननीं शारदां देवीं रामकृष्णं जगद्गुरुं पादपद्मे तयो श्रुत्वा प्रणमामि मुहुर्मुहुः। नमः श्रीयतिराजाय विवेकानन्दसूरये सच्चित्सुखस्वरूपाय स्वामिने तापहारिणे। സാംസ്കാരിക സദസ്സിന്റെ സ്വാഗതം പറയുന്നതിനായിക്കൊണ്ട് നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പലായ ശ്രീ ജി മനോജ് കുമാർ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. संपूज्य स्वामी नरसिंहानंदजी महाराज, വേദിയിൽ ഉപവിഷ്ടരായ കമാൻഡിംഗ് ഓഫീസർ കേണൽ നവീൻ ബെൻജിത്ത്, വിശിഷ്ട അതിഥികളായി പങ്കെടുക്കുന്ന ശ്രീ പി വി പണിക്കർ, ശ്രീമതി കല്യാണി പണിക്കർ, ശ്രീ വൈശാഖ് എസ് ആർ, PTA പ്രസിഡന്റ് അബ്ദുൾ സമദ്, മുഹമ്മദ് ജാബിർ, മാതൃസംഘം ചെയർപേഴ്സൺമാരായ രഞ്ജിനി മധുസൂദനൻ, ജോഷ്നി ടി കെ, ഹെഡ് മാസ്റ്റർ ശാന്തകുമാർ സർ, സുഷമ ടീച്ചർ, ഹെഡ് മിസ്ട്രസ്, കൺവീനർ മടിയൂർ ശശിധരൻ സർ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, നാട്ടുകാരെ, സ്വാമി വിവേകാനന്ദൻ്റെ 161ാമത് ജന്മദിനം ആഘോഷപൂർവ്വം നമ്മൾ രാവിലെ മുതൽ ആചരിച്ചു വരികയാണ്. രാവിലെ 9 മണിക്ക് തുടങ്ങിയ ഈ പരിപാടി രാത്രി 9 മണിയോടുകൂടിയാണ് അവസാനിക്കുന്നത്. ഈ സാംസ്കാരിക സദസ്സിൽ അധ്യക്ഷ സ്ഥാനത്ത് ആരാധ്യയായ കോഴിക്കോട് മേയർ ശ്രീമതി ബീന ഫിലിപ്പ് എത്തേണ്ടതാണ്. ടീച്ചർ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ടീച്ചർ അഭാവത്തിൽ ടീച്ചറെ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യേണ്ട ബഹുമാന്യനായ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് അവർ, അദ്ദേഹം തൻ്റെ ഓഫീസിൽ നിന്നും ഇന്നും നാളെയുമുള്ള പരിപാടികൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന വിവരം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വരാനുള്ള അസൗകര്യം നമ്മൾ മനസ്സിലാക്കുന്നു. എങ്കിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച അദ്ദേഹത്തിനും ഞാൻ പ്രത്യേകമായി സ്വാഗതം ആശംസിക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് രാമകൃഷ്ണ മിഷൻ സ്കൂളുകളുടെ മാനേജരും ആശ്രമാധിപതിയുമായ ശ്രീമദ് നരസിംഹാനന്ദജി മഹാരാജ് ആണ്. സ്വാമിജിയെ ഏറെ ആദരവോടെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ ഈ ആഘോഷ പരിപാടി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയനായ കമാൻഡിംഗ് ഓഫീസർ ടെറിട്ടോറിയൽ ആർമി കോഴിക്കോട് കേണൽ നവീൻ ബെൻജിത്ത് സാറാണ്. അദ്ദേഹത്തെ ഏറെ ആദരവോടെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഈ യോഗത്തിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുന്ന ഏറ്റവും ബഹുമാന്യനായ ഭാരതത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ക്യാപ്റ്റൻ വിക്രമിൻ്റെ ആരാധ്യരായ മാതാപിതാക്കൾ ലഫ്റ്റനന്റ് കേണൽ ശ്രീ PV പണിക്കർ അവർകളെ ഏറെ ആദരവോടെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ക്യാപ്റ്റൻ വിക്രമിൻ്റെ മാതാവ് ആരാധ്യയായ ശ്രീമതി കല്യാണി പണിക്കർ ഏറെ ബഹുമാനത്തോടെ ആദരവോടെ ഈ യോഗത്തിലേക്ക് അവരെയും സ്വാഗതം ചെയ്യും. എല്ലാ പരിമിതികളെയും അതിജീവിച്ചുകൊണ്ട് നമുക്കൊക്കെ എല്ലാവർക്കും മാതൃകയായി തീർന്ന ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻ ക്യാപ്റ്റൻ ആരാധ്യനായ ശ്രീ വൈശാഖ് SR നമുക്ക് ഇന്നത്തെ യോഗത്തിൽ കിട്ടിയ ഏറ്റവും വിശിഷ്ടമായ ഒരു അതിഥിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെ ആദരവോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. ബഹുമാന്യനായ PTA പ്രസിഡന്റ് ശ്രീ അബ്ദുൾ സമദ് ഈ പരിപാടി ആരംഭിച്ചപ്പോൾ ആദ്യം ആലോചന മുതൽ സജീവമായി നേതൃത്വം നൽകുന്ന അദ്ദേഹത്തെയും ഏറെ ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ശ്രീമതി രഞ്ജിനി മധുസൂദനൻ മാതൃസംഘം ചെയർപേഴ്സൺ എന്നുള്ള നിലയിൽ നമ്മുടെ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി നേതൃത്വം നൽകുന്നു. ശ്രീമതി രഞ്ജിനി മധുസൂദനെയും ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ കൗൺസിലർ ശ്രീമതി രമ്യ സന്തോഷ് വ്യക്തിപരമായ ചില കാരണങ്ങളാൽ ഇന്ന് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. എങ്കിലും എല്ലാ ആശംസകളും നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അവരുടെ അഭാവത്തിൽ അവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. LP സ്കൂളിലെ മാതൃസംഘം ചെയർപേഴ്സൺ ശ്രീമതി ജോഷ്നി TK ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ ഹെഡ് മാസ്റ്റർ ശ്രീ ശാന്തകുമാർ സാറിനെയും ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. LP സ്കൂൾ LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി സുഷമ TR ടീച്ചറെയും ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ആഘോഷ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ മടിയൂർ ശശിധരൻ സാറിനെയും ഏറെ ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ LP സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ജാബർ അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ വേദിയിലുണ്ട്. ശ്രീ പരമേശ്വരൻ നമ്പൂതിരി സാറിനെ ഏറെ ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ലതിക ടീച്ചറെ ഏറെ ബഹുമാനത്തോടെ ആദരവോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി പത്മിനി ടീച്ചറെ ഏറെ ബഹുമാനത്തോടെയും ആദരവോടെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുഷമ ടീച്ചറും ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്നു. ഞാനൊരു സ്വാഗതം പറഞ്ഞതാണ്, എങ്കിലും ടീച്ചറെയും വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി KC ബിന്ദു ടീച്ചറെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദരണീയായ സ്വാമിജിമാർ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. സ്വാമിജിമാരെയും ഈ യോഗത്തിലേക്ക് ഞാൻ ഏറെ ബഹുമാനത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ രക്ഷിതാക്കളെയും കുട്ടികളെയും അധ്യാപകരെയും അനധ്യാപകരെയും PTA, MPTA, SPG ക്ലാസ് പ്രതിനിധികൾ എല്ലാവരെയും ഏറെ സന്തോഷത്തോടെ ബഹുമാനത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന പൂജനീയ സ്വാമിജി നരസിംഹാനന്ദജി മഹാരാജനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
വേദിയെ അലങ്കരിക്കുന്ന ഇന്നത്തെ വിശിഷ്ട അതിഥികൾ, രാജ്യത്തിനു വേണ്ടി ജീവനെ സമർപ്പിച്ച ക്യാപ്റ്റൻ വിക്രമിൻ്റെ അച്ഛൻ ലഫ്റ്റനന്റ് കേണൽ പണിക്കർജി, ക്യാപ്റ്റൻ വിക്രമിൻ്റെ അമ്മ, കോഴിക്കോട് ആർമീൻ്റെ കമാൻഡിംഗ് ഓഫീസർ കേണൽ നവീൻ ബെഞ്ചിത്ത്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അഭിമാനമായ ഫുട്ബോൾ താരം വൈശാഖ്, ഈ വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പൽ ജി മനോജ്, ഹെഡ് മാസ്റ്റർ ശാന്തകുമാർ, ഹെഡ് മിസ്ട്രസ് സുഷമ, ഇക്കൊല്ലം ഈ കലാലയത്തിൽ നിന്ന് വിരമിക്കാൻ പോകുന്ന അധ്യാപകന്മാർ, ഇവിടെ പ്രവർത്തിച്ച മുൻ അധ്യാപികമാർ, PTA അംഗങ്ങൾ, രക്ഷിതാക്കൾ, മക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. 1984 ഭാരത സർക്കാർ യുവതലമുറയ്ക്ക് ഏത് വ്യക്തിത്വമാണ് ഉചിതമായ ആദർശം എന്ന് ചിന്തിച്ചപ്പോൾ ഒറ്റക്കെട്ടായി എല്ലാവരും തീരുമാനിച്ചത് വിവേകാനന്ദ സ്വാമികളുടെ ജീവിതമാണ് എന്നാണ്. അങ്ങനെ 1985 മുതൽ എല്ലാ വർഷവും ജനുവരി 12 വിവേകാനന്ദ സ്വാമികളുടെ ജന്മദിനം ദേശീയ യുവജന ദിനമായി ആചരിച്ചു വരുന്നു. വിവേകാനന്ദ സ്വാമികൾ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ വ്യക്തിപരമായി എന്നെ ഒരുപാട് സ്വാധീനിച്ച ഉപദേശം, ഇതുവരെ മതങ്ങളൊക്കെ എല്ലാം പറഞ്ഞത് ദേവൻ ദേവിമാരനെ വിശ്വസിച്ചില്ലെങ്കിൽ അവിശ്വാസിയാണെന്നാണ്. പക്ഷെ പുതിയ മതം പറയുന്നു അവനവനിൽ വിശ്വാസമില്ലാത്ത വ്യക്തിയാണ് അവിശ്വാസി എന്ന്. അങ്ങനെ ആത്മവിശ്വാസമാണ് യഥാർത്ഥത്തിൽ മതം എന്ന് നമുക്ക് പഠിപ്പിച്ചു കൊടുത്ത വിവേകാനന്ദ സ്വാമികൾ ആ ആത്മവിശ്വാസത്തിന്റെ വലിയൊരു മാതൃക തന്നെയായിരുന്നു. പലരും വിവേകാനന്ദ സ്വാമികൾ എന്ന് പറയുമ്പോൾ 1893 സെപ്റ്റംബർ 11 ഷിക്കാഗോ നഗരത്തിൽ വെച്ച് മതമഹാസമ്മേളനത്തിൽ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് അഭിസംബോധനം ചെയ്തതാണ് ഓർക്കുന്നത്. എന്നാൽ അവിടെ നമ്മൾ പലരും മറന്നുപോകുന്ന കാര്യം, അന്ന് 30 വയസ്സ് പ്രായമുള്ള വിവേകാനന്ദ സ്വാമികൾ ആദ്യമായിട്ടാണ് ഒരു വേദിയിൽ പ്രസംഗിച്ചത്. ആ ആദ്യ പ്രസംഗം തന്നെ ലോകത്തിൽ വെച്ച് ചരിത്രമുണ്ടാക്കിയ പ്രസംഗങ്ങളിൽ ഒന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കുറച്ചു വർഷം മുമ്പ് ഈ പ്രസംഗത്തിന്റെ 125ാമത്തെ വാർഷികം ലോകമെങ്ങും പല സ്ഥാപനങ്ങൾ ആചരിച്ചു. ഒരു പ്രസംഗത്തിന്റെ വാർഷികം ആചരിക്കുന്നു എന്ന് തന്നെ വളരെ അത്ഭുതമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് വിവേകാനന്ദ സ്വാമികൾ എന്ന് പറയുമ്പോൾ ഒരു ഹൈന്ദവ സന്യാസി എന്ന ആ മഹത് വ്യക്തിത്വത്തിനെ നമുക്ക് ഒതുക്കാൻ പറ്റില്ല. വിശ്വാസം കളഞ്ഞു നിന്ന ഒരു രാജ്യത്തെ നമ്മളൊക്കെ പാപിയാണ് എന്ന് വിചാരിച്ചിരുന്ന കണക്കില്ലാത്ത വിശ്വാസികളെ ജാതി മത വകതിരിവ് കൊണ്ട് ഞങ്ങൾ മനുഷ്യർ തന്നെയല്ല എന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരിലെ പുതിയ വിശ്വാസം പുലർത്തിയ വ്യക്തിത്വമായിട്ട് മാത്രമേ നമുക്ക് വിവേകാനന്ദ സ്വാമികളെ കാണാൻ പാടുള്ളൂ.
വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിൽ പോയപ്പോൾ ഒരു ഹോട്ടലിൽ താമസിക്കാൻ കയറിയപ്പോൾ സ്വാമിജിന്റെ തൊലികട്ടി കറുത്തതാണ് എന്ന് പറഞ്ഞാൽ ബ്രൗൺ ആണ് എന്ന് പറഞ്ഞ് ആ ഹോട്ടലിൽ താമസിക്കാൻ ആ ഹോട്ടൽ മാനേജർ അനുവദിച്ചില്ല. അപ്പോൾ സ്വാമിജിയോടൊപ്പം ഉണ്ടായിരുന്ന സ്വാമിജിയുടെ ഒരു അമേരിക്കൻ സുഹൃത്ത് പറഞ്ഞു, സ്വാമിജി നിങ്ങൾക്ക് പറഞ്ഞൂടെ, നിങ്ങള് മതമഹാസമ്മേളനത്തിൽ വന്ന് ഹിന്ദു മതത്തിന്റെ പ്രതിനിധിയാണെന്നും നിങ്ങള് ശരിക്കും പറഞ്ഞാൽ ഈ മതമഹാസമ്മേളനത്തിന്റെ നായകനാണെന്നും പറഞ്ഞൂടെ എന്ന് വിവേകാനന്ദ സ്വാമിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ സ്വാമിജി പറഞ്ഞു ഇംഗ്ലീഷിൽ, വാട്ട്, റൈസ് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് ദി അതർ? അതെങ്ങനെ പറ്റും? മറ്റൊരു ആൾക്ക് കിട്ടാത്ത അവകാശം ഞാൻ എങ്ങനെ എനിക്ക് മാത്രമായി സ്വീകരിക്കും എന്ന്. എനിക്ക് ഓർമ്മ കുറെ ബോക്സിംഗിന്റെ വലിയ താരമായ മുഹമ്മദ് അലി എന്നറിയപ്പെടുന്ന, യഥാർത്ഥത്തിൽ കാഷ്യസ് ക്ലേ എന്നു പേരുള്ള ആ വ്യക്തിത്വത്തിനെയാണ്. കാരണം ഇതേപോലെ ഒരു സംഭവം കാഷ്യസ് ക്ലേയുടെ ജീവിതത്തിലും നടന്നു. അമേരിക്കയിലെ ഒരു നഗരത്തിൽ വെച്ച് ഹോട്ടലിൽ അകത്ത് കേട്ടപ്പോൾ കാഷ്യസ് ക്ലേയുടെ മാനേജർ പറഞ്ഞു, നിങ്ങൾക്ക് എന്തുകൊണ്ട് പറഞ്ഞൂടാ, ഒളിമ്പിക്കിൽ ഒരു മെഡൽ, ഒരു സ്വർണം നിങ്ങൾ ജയിച്ചു ഈ രാജ്യത്തിന് വേണ്ടിയെന്ന്. അപ്പൊ കാഷ്യസ് ക്ലേ പറഞ്ഞു, എന്റെ സഹോദര സഹോദരിമാർക്ക് കിട്ടാത്ത ആ ഒരു അവകാശം എനിക്ക് ആവശ്യമില്ല എന്ന്. ഒഹായോ എന്ന് അറിയപ്പെടുന്ന റിവർ ഒഹായോ പുഴയുടെ മുകളിലെ ബ്രിഡ്ജിൽ നിന്ന് കാഷ്യസ് ക്ലേയിൽ കളഞ്ഞു. വകതിരിവുകൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ് വേദാന്തം പറയുന്നത്. ആ വേദാന്തം പക്ഷെ ഖേദകരമായ വിഷയം, വകതിരിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി പല ആൾക്കാര് പ്രയോഗിച്ചു. അതുപോലെ തന്നെ മതങ്ങൾ എല്ലാവരും ഒന്നാണ്, ഏകത്വമാണ് മനുഷ്യത്വത്തിന്റെ ലക്ഷ്യം എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പക്ഷേ ഖേദകരമായ വിഷയം, മതങ്ങൾ വകതിരിവുകൾ സൃഷ്ടിക്കാനും വകതിരിവുകളെ ഊന്നിപ്പിടിക്കാനുമാണ് മനുഷ്യൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, ഈ രാജ്യത്തിന്റെ സ്വഭാവം, ഈ രാജ്യത്തിന്റെ ചാരിത്ര്യം ആത്മീയതയാണ്. ഗംഗ എന്നുള്ള പുഴ, ഭാഗീരഥി, ജാഹ്നവി എന്നൊക്കെ അറിയപ്പെടുന്ന ആ പുനിത പുഴ ഉത്തരാഖണ്ഡിലുള്ള ഗോമുഖ് എന്നുള്ള സ്ഥലത്തിൽ തുടങ്ങി പശ്ചിമ ബംഗാളിലുള്ള ഗംഗാസാഗർ എന്നുള്ള സമുദ്രതീരത്തിൽ പോയി ചേരുന്നു. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, ഇനി അഥവാ ആ പുഴയ്ക്ക് അതിന്റെ പ്രവാഹത്തിന്റെ, അതിന്റെ ഒഴുക്കിന്റെ ദിശ, അതിന്റെ പാത ഇനി അഥവാ അതിനെ മാറ്റാൻ പറ്റിയെങ്കിലും ഭാരതത്തിന്റെ നട്ടെല്ല്, ഭാരതത്തിന്റെ കേന്ദ്രം, ഇതിന്റെ സ്വഭാവം ആത്മീയതാണ് എന്നുള്ള യഥാർത്ഥത്തിനെ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. പക്ഷെ ഇന്ന് നമ്മുടെ മക്കൾക്ക്, ഭാവി തലമുറയ്ക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഓരോ ക്ലാസ്സിലും ഫസ്റ്റ് റാങ്ക് വരണം, എല്ലാവരും എഞ്ചിനീയർ ആകണം, ഡോക്ടർ ആകണം, റിയാലിറ്റി ഷോയിൽ നല്ല വണ്ണം പ്രവർത്തിക്കണം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. പക്ഷെ മനസമാധാനം ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ആ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ കാര്യം, ആത്മീയതയാണ് ഈ രാജ്യത്തിന്റെ കരുത്ത് എന്നുള്ളത് നമ്മൾ ഓരോ കലാലയത്തിലും ഓരോ വീട്ടിലും പഠിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളോട് എൻ്റെ അഭ്യർത്ഥന ഇതാണ്, ജീവിതത്തിൽ ധനമല്ല, ധനം ആവശ്യമാണ്, പക്ഷെ ധനം മാത്രമല്ല നമ്മുടെ ലക്ഷ്യം, മനസമാധാനമാണ് നമ്മുടെ ലക്ഷ്യം. ഇന്ന് 2023 ലോകം തന്നെ ഭാരതത്തിനെ നോക്കുകയാണ്, നിരീക്ഷിക്കുകയാണ്. കാരണം ഭാരത പാരമ്പര്യത്തിൽ ഈ മനസമാധാനത്തിന് വേണ്ടി ഉള്ള വഴികൾ ഇവിടെ പല മഹത് വ്യക്തിത്വങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമികൾ മറ്റൊരു കാര്യം പറയുന്നു, അതും എന്നെ വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്നു. സ്വാമിജി പറയുന്നു, രാജ്യത്തിന്റെ ധനം ഉപയോഗിച്ച്
സമ്പത്ത് ഉപയോഗിച്ച് വിദ്യാഭ്യാസം നേടി സാഫല്യം നേടിയ ഒരു വ്യക്തി ആ രാജ്യത്തിന്റെ സമൂഹത്തിന് സേവനം ചെയ്യുന്നില്ലെങ്കിൽ, ആ രാജ്യത്തിലുള്ള ഒരു വിധവയുടെ കണ്ണുനീർ തുടയ്ക്കാൻ ആ വ്യക്തിക്ക് പറ്റുന്നില്ലെങ്കിൽ ആ വ്യക്തി രാജ്യദ്രോഹിയാണ് എന്ന്. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, ഈ രാജ്യത്തിന്റെ ലക്ഷ്യം എന്താണ്? സേവനം. സേവനവും ത്യാഗവുമാണ് ഈ രാജ്യത്തിന്റെ ലക്ഷ്യങ്ങൾ. നമ്മുടെ വേദിയിൽ ഈ വേദിയെ അലങ്കരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങൾ എല്ലാവരും തന്നെ സേവനത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകങ്ങളാണ്. അപ്പൊ നമ്മളെല്ലാവരും പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ സേവനവും ത്യാഗവും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം കരുത്തുള്ള രാജ്യമായി മാറാൻ പറ്റും. 1897 വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, ഇനി അടുത്ത 50 വർഷം ഈ രാജ്യം മാത്രം നിങ്ങളുടെ ധ്യാന വിഷയമാകട്ടെ എന്ന്. അതേപോലെ 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. പക്ഷെ അതൊരു രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമായിരുന്നു. യഥാർത്ഥത്തിൽ എന്നാണോ നമ്മൾ കൃഷിയുടെ കാര്യത്തിൽ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടിയത്, അന്നാണ് നമുക്ക് ഭക്ഷണത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയത്. സുരക്ഷിതത്വത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടിയത്. അതുപോലെ തന്നെ എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല, ലോകത്തിൽ ധാരണ എപ്പോഴാണോ മാറുന്നത് അന്ന് മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ആത്മീയ സ്വാതന്ത്ര്യം കിട്ടുള്ളൂ. അത് ഇനിയും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥം. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികളുടെ ആശയങ്ങൾ ദിവസം നമ്മൾ വായിക്കേണ്ടതാണ്. രാമകൃഷ്ണ മഠം, രാമകൃഷ്ണ മിഷന്റെ 13ാമത്തെ അധ്യക്ഷനായിരുന്ന, ഈ സംസ്ഥാനത്തിന്റെ പുത്രനായിരുന്ന പൂജനീയ രംഗനാഥാനന്ദ സ്വാമികൾ പറഞ്ഞു, വിവേകാനന്ദ സ്വാമികളുടെ ആശയങ്ങൾ ബോംബ് പോലെയാണ്. അത് ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയുടെ അകത്ത് അത് ചെന്ന് സ്ഫോടനം ഉണ്ടാക്കുമെന്ന്. ആ സ്ഫോടനം നമ്മെ മഹത് ലക്ഷ്യങ്ങളിലേക്ക് നയിക്കും. നമ്മുടെ ജീവിതത്തെ വളരെ നമ്മളെ കൊണ്ട് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അതിനെ മാറ്റി മറിക്കും. അത്തരം മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദിവസം വിവേകാനന്ദ സ്വാമികളുടെ ഒരു വാക്യമെങ്കിലും വായിച്ചിരിക്കണം. സ്വാമിജി പറഞ്ഞ വേറൊരു കാര്യം, അത് പറഞ്ഞ് ഞാൻ വിരമിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഒരു സിനിമ ഇറങ്ങി. ആ സിനിമയായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, അതുണ്ടാക്കിയ ആൾക്കാരായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. ഡിസ്ക്ലൈമർ ഇവിടെ ആവശ്യമാണ്. ജയ 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 ഹേ എന്നൊരു സിനിമ ഇറങ്ങി. അത് കാണാത്ത ആൾക്കാരെ തീർച്ചയായിട്ടും അത് കാണണം. ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വിവേകാനന്ദ സ്വാമികളുടെ ആശയങ്ങളാണ് മനസ്സിൽ വന്നത്. ഒരു സ്ത്രീ എങ്ങനെ ഉണ്ടാവണം? ആത്മവിശ്വാസം നിറഞ്ഞ്, വിദ്യാഭ്യാസം നിറഞ്ഞ്, മറ്റൊരു വ്യക്തിയെ ആശ്രയിക്കാത്ത ജീവിതമായിരിക്കണം ഒരു സ്ത്രീയുടെ ജീവിതം. ഖേദകരമായ വിഷയം, ഇന്നും ഭാരതത്തിൽ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, എല്ലാ സ്ത്രീയും, എല്ലാ പെൺകുട്ടിക്കും, ഓരോ മഹിളയ്ക്കും വിദ്യാഭ്യാസം കിട്ടണം. എങ്ങനത്തെ വിദ്യാഭ്യാസം? ജീവിത ആവശ്യങ്ങളിൽ നേടാൻ നമുക്ക് കഴിവ് തരുന്ന വിദ്യാഭ്യാസം. മാത്രമല്ല ജീവിത വെല്ലുവിളികളെ നേടാൻ കഴിവുണ്ടാക്കുന്ന വിദ്യാഭ്യാസം. ഈ കലാലയത്തിന്റെ ചരിത്രവും അത് തന്നെയാണ്. 1948 അന്നത്തെ കാലത്തിൽ ഉണ്ടായിരുന്ന സന്യാസിമാർ അന്ന് ഇവിടെ അടുത്തുണ്ടായ വീടുകളിൽ ചെന്ന് ഓരോ വീട്ടിലും നിങ്ങളുടെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം അനിവാര്യമാണ്, ദയവായി അവരിനെ ഈ കലാലയത്തിലേക്ക് അയക്കണം എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു മഹത് വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്ന സ്ഥാപനം. അതുപോലെ തന്നെ കൊൽക്കത്തയിൽ 1898
സിസ്റ്റർ നിവേദിത ഓരോ വീട്ടിലും കയറി പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ആവശ്യമാണെന്ന് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് സിസ്റ്റർ നിവേദിത ഗേൾസ് സ്കൂൾ. ഇന്നും അത് കൊൽക്കത്തയിൽ പ്രവർത്തിച്ചു വരുന്നു. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികളുടെ ദീർഘവീക്ഷണം പോലെ നമ്മുടെ സമൂഹത്തിൽ ഓരോ മഹിളയും ഒരു ഝാൻസിക്ക് റാണിയായി, ഝാൻസി റാണി ലക്ഷ്മിബായി ആയി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിവേകാനന്ദ സ്വാമികൾ വേറൊരു കാര്യം പറയുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യൻ 1898 വിവേകാനന്ദ സ്വാമികളോട് പറയുന്നു, സ്വാമിജി ജോലി കിട്ടുന്നില്ല എന്ന്. അപ്പൊ സ്വാമിജി ധിക്കരിച്ചുകൊണ്ട് പറയുന്നു, നിനക്ക് നാണമില്ലേ? നമ്മുടെ രാജ്യത്തിൽ ഇത്രയും പ്രകൃതിയുടെ സമ്പത്തുള്ളപ്പോൾ വേറെ ഒരാളുടെ മുന്നിൽ പോയി കൈമടക്കി തല കുനിഞ്ഞ് എനിക്ക് ജോലി വേണമെന്ന് ആവശ്യപ്പെടുന്നത് അതെന്തിനാണ്? ഇവിടെ വാരണസിയിൽ കാശിയിലുള്ള സാരി വാങ്ങിച്ച് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വെക്ക്. ഞാൻ എൻ്റെ അമേരിക്ക സുഹൃത്തിൻ്റെ അടുത്ത് പറയാം, ഇവിടെ കിട്ടുന്ന മസാല അത് വാങ്ങിച്ച് മറ്റ് രാജ്യങ്ങളിൽ വിൽക്കൂ. അല്ലെങ്കിൽ ഇവിടെയുള്ള വിശാല സ്ഥലം അത് ഉപയോഗിച്ച് കൃഷി ചെയ്ത് പൈസ ധനം ഉണ്ടാക്കൂ എന്ന് വിവേകാനന്ദ സ്വാമികൾ പറയുന്നു. ജോലി ഇന്നും ശ്രീനഗർ തുടങ്ങി കന്യാകുമാരി വരെ, ഗുജറാത്തിൽ തുടങ്ങി ത്രിപുര വരെ എല്ലാ സ്ഥലത്തും നമ്മുടെ യുവക്കൾ പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാം ജയിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാറി സ്വയം പര്യാപ്തത ഉള്ള, നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഈ രാജ്യത്തിൽ തന്നെ ഉൽപാദനം ചെയ്യുന്ന ഒരു രാജ്യമായി നമ്മൾ മാറണം. അതാണ് വിവേകാനന്ദ സ്വാമികളുടെ വീക്ഷണം. ഈ കാര്യങ്ങൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് തന്നെ ഉണ്ടാകും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതങ്ങനെ തന്നെ ആവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഈ പരിപാടിയിൽ ഇതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് ചെയ്യേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് അസുഖമായതുകൊണ്ട് വരാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനും അദ്ദേഹത്തിൻ്റെ ബഹുമൂല്യ വചനങ്ങൾ നമ്മോട് പങ്കുവയ്ക്കാനും ഞാൻ ക്യാപ്റ്റൻ വിക്രമിൻ്റെ അച്ഛൻ ലഫ്റ്റനന്റ് കേണൽ പണിക്കർജീനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമസ്കാരം. ക്യാപ്റ്റൻ വിക്രം സ്കൂൾ കാലം മുതൽ സൈന്യത്തിലേക്കായിരുന്നു ലക്ഷ്യം. NCCയുടെ സജീവ അംഗമായിരുന്ന അദ്ദേഹം NCCയുടെ C സർട്ടിഫിക്കറ്റ് പാസ്സായി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ ചേർന്ന അദ്ദേഹം 1996 ജൂൺ 8 2ാം ലഫ്റ്റനന്റ് റാങ്കിൽ പാസ്സായി. മധ്യപ്രദേശ് ആസ്ഥാനമായുള്ള 141 ഫീൽഡ് റെജിമെന്റിലെ ആർട്ടിലറി റെജിമെന്റിൽ കമ്മീഷൻ ചെയ്തു. പിതാവ് ലഫ്റ്റനന്റ് കേണൽ പണിക്കരും ഇതേ റെജിമെന്റിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ വിക്രമിന് തൻ്റെ പിതാവിൻ്റെ റെജിമെന്റിൽ സേവനമനുഷ്ഠിക്കുന്നത് ഒരു അപൂർവ ബഹുമതിയായാണ് കണക്കാക്കിയത്. 1999 ക്യാപ്റ്റൻ VV വിക്രം കാർഗിൽ യുദ്ധവേളയിൽ വീരചരമം പ്രാപിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ഉദ്ഘാടന കർമ്മത്തിനായി ക്ഷണിക്കുന്നു. ലഫ്റ്റനന്റ് കേണൽ VV പണിക്കർ സാർ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഞാൻ ഈ വേദിയിൽ എത്തിയത് നമ്മുടെ ബഹുമാനപ്പെട്ട നരസിംഹാനന്ദ സ്വാമിജിയുടെ പ്രത്യേക ക്ഷണത്തിൻ്റെ പുറകിൽ നിന്നാണ്. തീർച്ചയായിട്ടും എനിക്ക് സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്ത് ഇന്ത്യയിലെ ഒരു നമ്പർ 1
അക്സെപ്റ്റബിൾ സിറ്റിസൺ ആക്കി വളർത്തി കൊണ്ടുവരണമെന്ന് വളരെ ആഗ്രഹങ്ങളുണ്ട്. ഞാൻ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് മിക്കവാറും എല്ലാ സ്കൂളുകളിലും കോഴിക്കോട്ടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ മോട്ടിവേഷൻ ലെക്ചർ കൊടുക്കാൻ, കൗൺസിലിംഗ്. അതായത് 1ാം സ്റ്റാൻഡേർഡിൽ ഉള്ള കുട്ടികളെ ഞാൻ മീറ്റ് ചെയ്യും, സ്കൂളിൽ പോയി പ്രിൻസിപ്പലിനോട് പറഞ്ഞിട്ട് പിന്നെ അഗെയിൻ 12th സ്റ്റാൻഡേർഡിൽ പോയി മീറ്റ് ചെയ്യും. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. കാരണം ഈ പറഞ്ഞ മാതിരി നമ്മുടെ വിഷൻ ആൻഡ് മിഷൻ, കുട്ടികളുടെ ഒരു ആഗ്രഹം കൊടുക്കുക നല്ലൊരു സർവീസാണ്, ഒരു ഗ്ലാമർ സർവീസാണ്. ഇന്ത്യക്ക് വേണ്ടി ഉള്ള ഒരു ഡയറക്റ്റ് സർവീസാണ് മിലിറ്ററി എന്നുള്ളത്. ഓക്കെ, എഗ്രീഡ്. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ സ്വാമി വിവേകാനന്ദനും. അദ്ദേഹത്തിന് പേഴ്സണലായിട്ടൊന്നും ഗെയിൻ ചെയ്യാനില്ലായിരുന്നു. എല്ലാം ഫോർ ദ നേഷൻ, എല്ലാം ഫോർ അവർ കൺട്രി, എല്ലാം ഫോർ അവർ മദർലാൻഡ്. ചെയ്തതെല്ലാം അങ്ങനെ തന്നെ. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ അതിഭയങ്കരമായ റിസപ്ഷനായിരുന്നു എല്ലാ സ്കൂളുകളിലും എവിടെയും. ഒരു സമയത്ത് ഇങ്ങനെ വരെ സംഭവിച്ചിട്ടുണ്ട്. അവർ അന്നത്തെ ഡിസ്ട്രിക്ട് കളക്ടർ അമിതാഭ് കാന്ത് NCC ക്യാമ്പ് ഇവിടെ ഉള്ളപ്പോൾ അമിതാഭ് കാന്ത് വന്നിട്ട് പറയും എല്ലാവരും IAS IFSൽ ജോയിൻ ചെയ്യണം, സർവീസ് ചെയ്യാനായിട്ട്. പക്ഷേ ഞാൻ വേറൊരു സൈഡിൽ കൂടെ എന്ന് പറയും, നോ, ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗുഡ്, ബട്ട് യു ഹാവ് ടു ഡു ദ ഡയറക്റ്റ് സർവീസ് ടു ദ നേഷൻ. യു മസ്റ്റ് ജോയിൻ the army, and for the army you have to develop your body as well as your knowledge. Both are required. So to develop the body from the young age, from first standard onwards, you have to eat well, listen to your parents, and you have to study with an aim in your life. Certainly, like that only I have become a person like this from the very young age. A category of mine, 1943 born, is rarely available who has reached this. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവമുണ്ട്. എൻ്റെ അച്ഛനും ബ്രദറും 1947 അവർ ഈ സ്വാതന്ത്ര്യ സമരത്തിന് പ്രൊമോട്ട് ചെയ്ത ആൾക്കാരാണ്. അതിൻ്റെ പുറകെ ഒരുപാട് പോയിട്ടുണ്ട്. അപ്പോൾ August 15, 1947, when I was just 5 years, ഉറങ്ങിക്കിടക്കുമ്പോൾ അച്ഛനും ചേട്ടനും കൂടെ ആ ഫ്ലാഗ് എടുത്തിട്ട് ഒരു ചാട്ടം പോയിട്ട് നല്ല മഴ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അമ്മ അച്ഛനും ചേട്ടനും കൂടെ ഈ പാതിരായ്ക്ക് പോയത്? അല്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. സോ ഗുഡ്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആസ് എ സ്മോൾ ബേബി എനിക്കെന്താ കിട്ടാത്തത്? എനിക്കെന്താ? അപ്പോൾ അമ്മ ചോദിച്ചു, നിനക്കെന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു, എനിക്ക് ഈ നിക്കറ് കിട്ടുമോ? അന്ന് നമ്മൾ ചെറിയ തോർത്തും ഓടകവും ഒക്കെ കൊടുത്ത ആ കാലഘട്ടം വെച്ചാൽ ദാരിദ്ര്യം ഇന്ത്യയിൽ ഒരുപാടുണ്ടായിരുന്നു, പ്രീ ഇൻഡിപെൻഡൻസ്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞത്, നോക്കൂ, നല്ല ഭരണം വന്നില്ലെങ്കിൽ ഉള്ളതുകൂടെ ചിലപ്പോൾ ഇല്ലാതായിരിക്കും. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ മുമ്പോട്ട് പോയത്. അവർ സ്വാമി വിവേകാനന്ദൻ്റെ മാതിരി വളരെ ദീർഘദൃഷ്ടി ഉള്ള വ്യക്തികൾ നമ്മളുടെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. അത് കാരണം ഇന്ന് നമ്മൾ ദാരിദ്ര്യ രേഖയിൽ വളരെ പുറകോട്ടാണ്. എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് ഭക്ഷണം കിട്ടുന്നുണ്ട്, വസ്ത്രങ്ങളുണ്ട്, എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്. ഓപ്പൺ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയാണ് എല്ലാവർക്കും വെളിയിൽ പോയി പഠിക്കാൻ സാധിക്കും. അങ്ങനെ നമുക്കെന്താ വേണ്ടതെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള മോർ നമ്പർ ഓഫ് ശ്രീ വിവേകാനന്ദൻ്റെ മാതിരിയുള്ള ബ്രെയിൻ നമ്മൾ ഇതിനകത്തുനിന്ന് ഡെവലപ്പ് ചെയ്യണം. അതിനുള്ള എല്ലാ ആശംസകളും ഞാൻ സ്വാമി നരസിംഹാനന്ദജിയോട് പറയും. അതിൻ്റെ ബ്ലെസ്സിങ്സ് ബോർഡ് കൊടുക്കണം. സെൽഫ് റിയലൈസേഷൻ ഈസ് എ മസ്റ്റ്. എല്ലാ കുട്ടികളും അവനവൻ്റെ വ്യക്തിത്വം എന്താണ്, വാട്ട് ഐ എം കേപ്പബിൾ ഫോർ, ആൻഡ് ട്രൈ ആൻഡ് ഡു ഇറ്റ് ഇൻഡിപെൻഡൻ്റ്. ആ ഒരു കോച്ചിങ് സ്കൂളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ യു ആർ ഫ്രീ ഫോർ ലിവിങ്. യു വിൽ ബി ആൻ അസറ്റ് ടു യുവർ പേരൻസ്.
ഇത് ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ വേദിയിൽ ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. താങ്ക് യു. ജയ. അടുത്തതായി ഇന്ത്യൻ ആർമിയുടെ പരമോന്നത പാരമ്പര്യത്തിലെ ധീരതയ്ക്കും അദമ്യമായ ചൈതന്യത്തിനും ത്യാഗത്തിനും ക്യാപ്റ്റൻ വിക്രമന് സേനാ മെഡൽ എന്ന ധീരപുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ പൂജനീയ സ്വാമിജി ആദരിക്കുകയാണ്. ആദരവ് സ്വീകരിക്കുന്നതിനായി ക്യാപ്റ്റൻ വിക്രമിൻ്റെ ധീര മാതാപിതാക്കളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒരുപാട് നന്ദി സർ. സ്വാമിജി. അടുത്തതായി മുഖ്യ പ്രഭാഷണത്തിനായി കമാൻഡിംഗ് ഓഫീസർ ടെറിട്ടോറിയൽ ആർമി കോഴിക്കോടിൻ്റെ തലവനായ കേണൽ നവീൻ രഞ്ജിത്തിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Sisters and brothers of Calicut, Ellarkum and Namaskaram. I'm Colonel Naveen, and on this August evening with this beautiful gathering, I'd like to firstly thank Swamiji for having invited me for this event to address the children. There are a lot of kids towards the outskirts. I hope you're listening. So Swamiji told me that I should speak to the children about what the army is all about and to motivate people who are interested or who are fence sitters to join this organization. I'll stick to English because Koracha Malayalam only I know. So I'll start by a simple thing that I asked someone when I was joining the army. I asked them, why should I join the army when it has no money? I mean, those days, I'm talking about 22 years back, Indian Army wasn't an organization which had a lot of money. The multinational corporations in India had come in, people were earning money, even in call centers, much more than what a captain or a major would earn in the organization. So the answer given to me was very simple. They said that the army will give you enough for your need, but maybe not so much for your greed. So if you want a car, you can comfortably buy a Maruti. I mean, I'm talking about 22 years back. That time Maruti 800 and Swift were probably the biggest cars in the industry. So they said you can buy a Maruti 800 and be happy with it. You may not be able to afford a Mercedes Benz. You can definitely buy a classic 350 Bullet Enfield motorcycle. You may not be able to afford a Harley Davidson. Today, circumstances are such that the armed forces, the pay scales have improved. There are young officers driving around in Harley Davidsons, Triumph, and other big bikes. There are officers driving Jeeps, Fortuners. So the conditions has changed. So today when I speak to you about a job, I'd like to dwell on issues which nobody would have otherwise thought about. First, I'd like to question the staff here. What do you look for when you go looking for a job? I mean, there are students in class 12. In a couple of years, you'll be in the job market searching for a job. So what do you look for in a job? Anybody who can answer this? What do you look for in a job?
Yeah, anybody in class 12 would like to answer this? What are you looking for in a job? What work would you be interested to do? Anybody? I think the basic answer would start with is money. That I need money because obviously the world economy runs on money. Second, you talk about is a little bit of respect in society, you know, some kind of a status that you can talk to people about. But slowly, as you grow in service and you spend some time, you will ask for greater things like, I need a little bit of independence. I need to, my growth, professional growth has to be there. I need to keep learning. It cannot happen that I stop my education the moment I join an organization. It cannot happen that my job is stagnant. I shouldn't be doing the same thing for 20 years. I should change. There should be variety. There should be adventure. Right? So I'll start with the journey of an army officer in this organization. I was a college student when I applied for the Indian Military Academy, got through. And the next 1.5 years was some of the most difficult moments of life, because what the army does is it will make a hero into a zero. So you might have been something great in college. So I was in NCC, I was senior under officer for 3 years, for my last year, third year. Best cadet for 3 years, was part of the college convener society. And when I went to IMA, first day, there is something known as front rolling. So I was front rolling in the toilets on the first day of my stay in IMA, Indian Military Academy, Dehradun. IMA breaks you. It's not just your instructors. You have the gentlemen cadets who are senior to you by 6 months, who are responsible for you. They break you down. They break you down physically. They break you down mentally, eventually to start building you. So all your ego comes down to zero. All that perception that you have is broken down, and then you're built again. You're built again slowly, one step at a time, to a much stronger person mentally, physically. The journey is difficult. There are days when you can't believe that your body is that much of strain. There are speed marches after exercises and camps where you go outside into the mountains and you conduct mock attacks and defense against mock enemy. Then you have runbacks which go on for 50 kilometers, 60 kilometers, and if you're lost, it will go to 75, 100 kilometers. So those kind of exercises, how do you keep walking? How do you keep moving? Army gives you that mental makeup not to give up. You have faith in your own abilities and you start believing that the mind is stronger than the body. The body is weak, but the mind has to overcome the flesh and move ahead. Next, I would like to talk about studies. So Army has a lot of education, lot of studies. Once you join the academy, one of the reasons I was thinking that the Army is a great place to go was I thought there'll be no more mathematics and there'll be no more Hindi and there'll be no more, difficult subjects to study. But the Army has a lot of studies. As an Army officer, you go through a number of courses. You have the Young Officers course, which goes on for about 3 to 6 months. During our days, it was 3 months. It was post-Kargil. After that, now it's about 6 months. You have the Motors course, you have different weapon courses, you have the Staff College, you have the Junior Command, you have the Senior Command. So there are various courses. The difference between studying or education in the Army and what you study today in schools is a lot of concepts which you study in school, like trigonometry or your calculus, you may never use it again in your life. I've never used it. Class 11, 12, after that, calculus was forgotten. The Army, what you study will save somebody's life, and what you don't study will cost you lives. I'll give you an example. I'll tell you a story. We were in Srinagar. There is something known as the BSNL encounter. So there were a couple of terrorists. Late in the evening, they hit a CRPF camp
killed 2 soldiers, lobbed a grenade, went ahead. The next building or closer to that location of the CRPF was the BSNL building, maybe about 4 stories of a private building requisitioned by the government to establish the BSNL exchange. And these terrorists got inside. You had a lot of civilians stuck inside that building. So the army launched an operation which started on day 1, evening 7 o'clock onwards, where they started rescuing the home guard personnel who had some, old SLR weapons and all with them. They started rescuing the civilians, the employees one by one. Basically what they did was from one 4-story building to the other, they put ladders, made people cross across. Day 3, the operation continued. Day 3, I went there and early morning, 6 o'clock when I enter, one of the officers gets hit. He's gone inside and he gets hit and his body is being brought out. And then the operation starts again and it goes on. So the army, they tell you something known as technical data. Technical data is very basic data or information about weapon systems and all that. Say, for example, they'll say, this rifle weighs so many kgs and so many grams. You add a magazine, the weight goes by so much. The muzzle velocity is so much, and or some bomb falls on a particular place, there's a killing radius, there's a danger area around it and all that. So there is one particular information about something known as an under-barrel grenade launcher. So this is a UBGL which is fit under a rifle and it is fired. It fires small grenades which goes and creates a splinter effect towards the objective of the target. So when I went there, I started questioning that the situation in that area seemed very conducive, or it was very good for you to use UBGLs. So I asked the officers in charge, and special forces were there. I asked them, sir, why don't you use under-barrel grenade launchers? Why don't you use, there's something known as a flamethrower. So flamethrower will create a ball of fire inside a room, so anybody hiding within tables, under tables, behind bunkers and all, everybody gets burned. So we were asking, so why don't you use this to eliminate? They said, last night we used our thermal images and we found that 3rd floor there were 2-3 terrorists hidden behind some debris. We saw that. We fired 14 UBGLs and none of them fired. This weapon is useless, this equipment is useless, this grenade is useless. So then I started clarifying from them, and this equipment had just come in. It was a newly brought equipment. Adequate training was required to fire that weapon, but it was just inducted. It was given to troops and people knew the for everyone to know how to operate. I had just come from the young officers course and somehow remembered the technical data about this weapon, which said 27 to 33 meters is where this grenade activates. So you need about 33 meters minimum to fire this grenade. So I asked the officers, how did you fire? They said that we fired from this window to that window. So later when I told them, sir, that 33 meters is the safety distance it needs to activate. So you need to look at a longer range. They fired that weapon finally, and they were surprised by the effect of the weapon. It was beautiful. Another couple of hours went and I asked them, why not the flamethrower? Similar answer about the flamethrower. New equipment brought from Russia. A lot of people didn't know how to use it. So when I told them the mechanism was as basic as just cocking it and firing it, eventually that weapon came into use. Otherwise they were wondering as to how to open the top, how to open the cover and all that. So your education in the army is always going to save lives. It's going to cost lives if you don't remember what you need to remember. I'll talk about certain other things in the army. A lot of people talk about adventure. Adventure, when you talk about adventure, people talk about Mount Everest, going for, sailing, going for some mountaineering expedition. Adventure in the army is a daily affair. It's a way of life. You get posted to one of these mountains. From day one, you will see things you have never seen in your life. You will go to places where probably no man has ever walked. There are parts of Himalayas where when you walk around that area, you know for a fact that no human being would have come to that kind of a place.
You climb into places, rocks, caves. People wouldn't have gone there. You would have seen beautiful rivers. Wake up early in the morning, you see the beautiful sunset in the mountains. Or you find that freezing winter coming and hitting you. This adventure is something you'll never get anywhere. Meeting different people, different cultures, customs, going to different parts of the country, from deserts to the mountains to adventure in the seas. But next I'd like to speak to you about is the culture within the army. So the culture in the army is one where everyone is equal. Your status is not decided by the kind of money you have. I mean, once upon a time the army had officers who were kings, and from the prince dynasties, different parts of the country. No soldier would grade you based on the kind of car you've got. Your worth is based on who you are, your rank, and your worthiness within the organization. A soldier would respect you based on how much you care for that soldier. Not because you got this beautiful car, you got a lot of money or something like that. It's an organization which does not talk about money. It is an organization which keeps politics at bay. We don't discuss politics. It's an organization which creates a culture of honesty and integrity. It is one of these, I would say probably the only organization in which you are also graded for integrity, honesty, loyalty. These are character qualities nobody else is bothered about. You go to a corporate house, they're bothered about results, how much of sales, how much of money. Army will look at you with your character. Where do you stand in terms of your character? Army is also an organization which is very secular. When you talk about secular, we have a culture of Sarva Dharma Sthal. So Sarva Dharma Sthal is the, you would say, the worship area of a unit where all religions have a space. So if you're, from any religion, you could just go there, you can meditate. If you want to read the Granthi, or a Sikh gentleman from Punjab, you'll have a Granth kept over there, you can go read it, pay your respects. If you're a Christian, you can open the Bible and read it. If you're a practicing Muslim, you can go there. The Quran is kept there, you can pick it up and start reading the Quran. Each festival has its own equal importance in the Sarva Dharma Sthal. Secondly, for an officer, it doesn't matter which religion you are from. What matters is what is your troop's religion. So like in my battalion 122 Territorial Army, the Malabar Terriers, Lord Krishna is the main deity. So by religion, I'm supposed to be a Christian. Every morning I'm there before office in the temple, praying to Lord Krishna and asking him to look after my boys, look after my battalion, and to guide me. Your religion is the religion of your troops. So there are battalions where the religion, for example, in the Jammu and Kashmir Light Infantry, the troops are predominantly from Muslims, are the majority there. So the officer's religion will convert. He has to go to that mosque and pray for the boys. You go to the northeast, you have Assam Regiment, Naga Regiment. Troops are predominantly Christian. You'll find the officers singing choirs with them, going to church every Sunday. So that's the way the army functions. It's a different culture. We don't look at differences between religions. We look at religion as a way of motivating a soldier to give beyond what he can normally think of. When you're at war, it is your faith, it is your belief system which makes you go beyond the normal call of duty. Apart from this, the army talks a lot about courage. So a lot of people might be assuming that anybody you see in uniform is brave and is courageous. Where does this courage come from? Everyone is afraid. Everyone is scared. When the bullets are flying, the level of fear is the same in everyone.
It is thousands of years of, the evolution that if a bullet gets fired, you're gonna get killed. The first thing to do is hide, run away, move to a safer place. Everybody goes through that. The difference is, as an officer or in the army, you are leading men into battle. You are asking a soldier that your task is more important than the family which is waiting for you back home. You're asking that soldier, it is more important that this task is accomplished. Widow his wife, to orphan his children. And to get that loyalty, fear won't work. You can scare him, it won't work in war. You can give him money, it will not work. He has to believe in you, he has to have that faith in you that I'm going to lead, I'm going to follow this officer because he is sincere in his task and he's there with me. So when the bullets fly, you're scared, but your aim is to ensure that you pop up your head and you stand tall and you tell the people that behind you to follow you and achieve your objective. So courage is something which the army kind of brings in you because of the organizational structure and concept in war and leadership. So with courage and all this, leadership is an important aspect. Everything that the army talks to you about, everything that the army does is towards that final day when you get second places. So in the organization, we believe that winning is everything. A task given to you will be done no matter what. I'll tell you a small story. I was in Northeast. There was this train in which some kind of an incident happened with a girls' hockey team. And when it was on the way back, the public had kind of stopped the train and they were pelting stones at this train. So this was something, I think it was known as the Brahmaputra Mail or it was known as the Himalayan Mail. Sunday afternoon, I get a call. The district collector calls the commanding officer at that time of my battalion. Commanding officer tells me that, Naveen, I know it's a Sunday, but there's been a call. Take a small team with you, go and see what is the issue, see if you can resolve it. So when I started from my battalion, I didn't know what the entire situation was. I was just told that there is some stone pelting on a train, please go and check on it. When I went to the site, the police was already there, police had failed, CRPF was called in, CRPF had failed, BSF came in, BSF failed. District collector with the SP, ASP and all the police officials were having a meeting. I walked in, I asked her, can I help, any issues? They said the public is very angry, they're not letting the train move out. I said, sir, if the issue is only moving the train, I can move the train. Let me just go and give it a shot. I go to the center of the track, a lot of people lying down on the track, ladies lying on the track. I took probably about a minute. I had 10 boys with me from the commando platoon of my battalion. I took maybe about 10 minutes. I stood there, I spoke to the people, and 10 minutes the road was clear. And as a young 23-year-old officer, when most of my friends from college were still looking for a job or doing MA and MSc and all that, I was standing there in the middle of the track asking a train to move ahead. Army cannot fail. A system can fail, floods can happen, whichever organization is looking after can fail, but the organization has to achieve its objective. We are bound by this code. You're given a task, it will be done. There is nothing which is impossible, nothing which is difficult, nothing which has to be done day after tomorrow. Every small incident to tell you what it means to be playing for Team India. When you play a match, they sometimes say that losing is a good sportsman spirit. In the army, there is no losing, there are no second places, there is no bronze medal, there is no silver medal. It is victory or it is death. As simple as that.
So this organization will teach you what victory means and how to achieve it. Something else about the organization I'd like to tell you about is a culture of society. Army personnel generally stay in places known as cantonments or military stations. Once you go there, you'll find that the military stations are very green, beautiful, clean. You will realize that within the military station, nobody litters. Nobody will drink a glass of water and throw it on the road. He is scared. Because he knows tomorrow somebody has to come and clean it up. And who has to clean it up? We have to come and clean it up. Somebody is responsible for that area, somebody comes and cleans it up. Secondly, the area is so clean, you don't want to litter anyway. How is this culture brought about? So I'll give you an example from academy, that is Indian Military Academy. There's something known as cabin cupboard. So as a college kid, I was in hostel. I had a room. I used to decorate it with posters on the wall and I used to do stuff to make it look good. So when I went to the Indian Military Academy, they told me that there is something known as cabin cupboard. Cabin cupboard basically means you have to lay out your entire room or cabin as per a particular layout. You have to keep it neat, clean. If there is anything of brass, it has to be brassoed, including doorknobs. Old British doorknobs to be brassoed and kept. Floors need to be polished. And you need to put wax on it to ensure that it shines. So I came to understand this culture, and for me it became second habit before I slept every night to clean up my room, clear the clutter. If you ask anybody, they say that the more cluttered your environment, the more cluttered your mind. So the army, when you go to an area where you see a lot of disorganized kind of a environment, the first thing which comes to your mind in the army, we say that I think your morale is down. The morale is down because you're not able to look after your surroundings, you're not able to take care of your surroundings, something is wrong. The first indication of morale, we say, is how you keep your surroundings. So cabin cupboard was something like that. You enter somebody's room, you could see it's spick and span. Handkerchiefs folded neatly, the same size squares kept one over the other. Your entire equipment, military equipment laid out, polished, shining, sparkling. Your boots always polished and kept where they're supposed to go. The culture of cleanliness gives you a level of accomplishment, a level of calmness in your mind. When you come to your room, you feel good that you've come to a clean and neat room. One of the reasons we look at the army is, we have done a few beach cleanup events in Calicut Beach. We realize that the more you clean the beach, the more dirtier it gets. Calicut, wherever you clean it up, tomorrow somebody comes, throws litter and goes away. The culture of cleaning up your own city, cleaning up your society needs to be inculcated. In my unit, West Hill Barracks, early morning, 5 o'clock, boys wake up, till 6:30, 1.5 hours, they clean up the entire West Hill. There will be no leaves on the roads by the time physical training classes start. 6:30, we go for a physical training, 5-kilometer run, followed by upper body exercise. But by that time, the entire area is clean. Something to be learned. Start from your house, keep it clean, take care of your room, take care of your house, spread to the society, to your colony, and then of course to your own city. Army is one mode of serving the country. There are other means. You can be a good teacher, you can take care of your students, that's an achievement. You're a police inspector, know what is the truth, know what is honesty, don't take a bribe, don't play dirty, be an honest police personnel who looks after society, who takes care of people. You're here to look after the citizens of the country, look after them. Don't exploit them. If you're a politician, you get into politics, see how you can look after your city, see how you can look after your state, your district, and your country. Contribute. Service can be from any field. You can be a doctor, teacher, you can be anything. Take your time to look after society, look after them. You think beyond yourself. You're already doing what Swami Vivekananda talks about.
One more thing is, when I spoke about mind over matter, I said that you have to conquer your body, your mind has to be strong. Swami Vivekananda talks about every individual being infinite inside. The strength, the potential that you have is immense. Wherever you are, whatever you're going through, I'm sure in years to come, you will do wonders with your life. And one advice for children who are here, when you go and pray to Allah, you pray to God, or you pray to Ram or Krishna Bhagavan, I request you, ask for a difficult life. Ask for difficult times, because they will make you stronger. An easy life will give you, but will not make you stronger, will not give you something which you achieve or you want to achieve. Don't worry about it. God will pull you through. You have to just survive through it. What doesn't kill you will make you stronger. They say that difficult times that you go through pulls out the warrior in you and makes you much more stronger. So I today at Ramakrishna Mission School pray that each child here dreams big and works hard towards that big dream of yours. And I'm sure that the universe will conspire and give you exactly what you want. If you have that passion inside you, wake up every morning with that dream inside you burning bright, you will attain and achieve anything that you want. With that, I'd like to close my speech. Thank you so much and Jai Hind. താങ്ക് യു സർ. സേവനത്തിൻ്റെ മഹത്വത്തെ മനോഹരമായ ഇംഗ്ലീഷ് ഭാഷയിലൂടെ നമുക്ക് പറഞ്ഞു തന്ന കേണൽ നവീൻ ബെഞ്ചിത് സാറിനെ പൂജനീയ സ്വാമിജി പൊന്നാടയണിച്ച് ആദരിക്കുന്നു. അടുത്തതായി വേദിയിൽ നമ്മുടെ വിശിഷ്ടാതിഥിയായി വന്നു ചേർന്ന ശ്രീ വൈശാഖ് ആദരിക്കുകയാണ്. 13-ാം വയസ്സിൽ ജില്ലാ ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുപ്പിന് വേണ്ടി ബൈക്കിൽ പോകുമ്പോഴുണ്ടായ അപകടം വൈശാഖിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഫുട്ബോളിനെ ഏറെ പ്രണയിച്ച കോഴിക്കോട് പേരാമ്പ്രക്കാരൻ തോൽക്കാൻ തയ്യാറായില്ല. അതിജീവനത്തിലൂടെ തൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിയിക്കാൻ ആ ദൃഢനിശ്ചയക്കാരനായ യുവാവ് തീരുമാനിച്ചു. കായിക സ്വപ്നങ്ങൾക്ക് ലോങ് വിസിലടിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. പന്തിനൊപ്പം അതിവേഗം സഞ്ചരിക്കാൻ കഴിയുന്ന ഈ 26-കാരൻ ഇന്ന് ഇന്ത്യൻ ആംബ്യൂട്ടി ഫുട്ബോൾ ടീം ക്യാപ്റ്റനാണ്. ഇച്ഛാശക്തിയാണ് അദ്ദേഹത്തെ ഈ പദവിയിലേക്ക് എത്തിച്ചത്. നീണ്ട കരഘോഷത്തോടെ അദ്ദേഹത്തെ നമുക്ക് സ്വീകരിക്കാം. സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ ഇതുപോലുള്ള ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. എന്നെ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കുമ്പോൾ ഞാനൊന്നും നോക്കാതെ ഇതിന് വരാമെന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഇന്ന് വിവേകാനന്ദൻ്റെ ജന്മദിനാണ്. ആ ദിവസമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ് നടക്കുന്നത് എന്ന് അറിയുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിന്ന് ഇവിടെ വരാൻ വേണ്ടി തയ്യാറായത്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ വിവേകാനന്ദൻ്റെ ചില വാക്കുകൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്താ പറയുക, പലതും വെട്ടിപ്പിടിക്കുന്ന ആളുകളെക്കാൾ പലതും വിട്ടുകളയുന്ന ധീരന്മാരാണ് യോഗികൾ എന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത് വിവേകാനന്ദാണ്. നമുക്കെല്ലാം വെട്ടിപ്പിടിക്കാൻ എളുപ്പമാണ്, പലതും വിട്ടുകളയാനാണ് ബുദ്ധിമുട്ട്. എന്താ പറയുക, രാവിലെ 10 മണി വരെ ഉറങ്ങാൻ എല്ലാവർക്കും കഴിയും, പക്ഷേ 4 മണിക്ക് എണീക്കലാണ് ബുദ്ധിമുട്ടത്. ഉറക്കുക എന്ന് പറയുന്ന ഒരു സാധനം ത്യജിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. നമ്മുടെ മുന്നിൽ ഒരു പാൽപ്പായസവും ഒരു ബിരിയാണിയും കൊണ്ടുവച്ചാൽ അത് തിന്നാനും കുടിക്കാനും എല്ലാ ആളുകൾക്കും കഴിയും. അത് കഴിക്കാതെ നിൽക്കാൻ പറ്റുന്ന ആളുകൾ വളരെ കുറവായിരിക്കും.
അപ്പോൾ വിട്ടുകളി അല്ലെങ്കിൽ ത്യജിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് വിവേകാനന്ദനാണ്. അതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം വിവേകാനന്ദന്റെയും APJ അബ്ദുൽ കലാമിന്റെ ഒക്കെ വാക്കുകൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും പഠനത്തിൽ ബേക്കിലുള്ള ഒരാളാണ്. ബേക്ക് ബെഞ്ചിൽ തന്നെയാണ് ഇരിക്കുക. അപ്പോൾ എൻ്റെ ഡെസ്കിന്റെ മുകളിൽ ഞാൻ ഇവരുടെ രണ്ടാളുടെയും വാക്കുകൾ ഇങ്ങനെ എഴുതി വെക്കലുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ സാറന്മാരും വന്ന് ചീത്ത ഇങ്ങനെ എന്താ പറയാ പഠിക്കാത്തതിന് ചീത്ത പറഞ്ഞ് ചീത്ത മൊത്തം കേട്ട് ഇരിക്കുമ്പോൾ ഇവരെ രണ്ട് ഡയലോഗുകൾ വായിക്കുമ്പോൾ ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ആളുകളാണ്. ഇവരുടെയൊക്കെ വാക്കുകൾ എൻ്റെ ജീവിതത്തിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഈ ഒരു ദിവസത്തിൽ ഈ ഒരു വിദ്യാലയത്തിൽ വന്നിട്ട് ഞാൻ വിവേകാനന്ദനെ കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് ഊഴി ഇറക്കും പോലെയുള്ള ഒരു സംഭവമാണ്. ഇവിടെയുള്ള ഓരോ മൺതരികൾക്ക് പോലും വിവേകാനന്ദനെ കുറിച്ച് അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്നെ കുറിച്ച് പറയാം. അതാണ് എനിക്ക് പറയാൻ ഏറ്റവും കൂടുതൽ എളുപ്പം. എനിക്കറിയാം എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും ഞാനിങ്ങനെ ഒരു സ്റ്റിക്കൊക്കെ എടുത്ത് ഇങ്ങോട്ട് നടന്നു വരുമ്പം എന്നെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളാണ് മനസ്സിലുണ്ടാവുക. ഞാൻ എവിടെ സംസാരിക്കാൻ പോയാലും എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾക്ക് എന്നെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളാണ്. അതുകൊണ്ട് ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. അതാണ് എനിക്ക് പറയാൻ ഏറ്റവും കൂടുതൽ എളുപ്പം. ഞാനും നിങ്ങളെയൊക്കെ പോലെ തന്നെ 2 കാലിൽ നടന്ന ഒരാളാണ്. 8ാം ക്ലാസ് വരെ 13ാമത്തെ വയസ്സ് വരെ. 13ാമത്തെ വയസ്സിൽ പഠിക്കുന്ന 13ാമത്തെ വയസ്സിലാണ് എനിക്കിങ്ങനെ ഒരു അപകടമൊക്കെ പറ്റിയത്. ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പഠിക്കാൻ വിഷമമുള്ള വിഷയം എന്ന് പറയുന്നത് ഹിന്ദിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ള വിഷയം. മറ്റൊരു സാധനം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പഠിക്കാൻ ഒരുപാട് വിഷമമാണ്. അപ്പോൾ എൻ്റെ അച്ഛനൊരു അധ്യാപകനാണ്. ഞാൻ നാട്ടിലുള്ള സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ പരീക്ഷകൾക്കും മാർക്ക് കുറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ അധ്യാപകന്മാർ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ഒരു അധ്യാപകന്റെ മകനായിട്ട് എന്താ ഇങ്ങനെ ആയിപ്പോയെന്നുള്ള ചോദ്യമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പരീക്ഷേൻ്റെ പേപ്പർ കിട്ടുമ്പോൾ കേട്ടത്. എന്താ പറയാ, അച്ഛൻ അധ്യാപകനായതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ പഠിക്കാൻ ഒരുപാട് വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് എന്നോട് എൻ്റെ അച്ഛൻ പറഞ്ഞത്, ഹിന്ദി പഠിക്കാത്തൊരു സ്കൂളുണ്ട്, ആ സ്കൂൾ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഒരു എൻട്രൻസ് എക്സാം എഴുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ആ ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടി പഠിച്ച് എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പഠിക്കാൻ ശ്രമിച്ചാൽ ആർക്കും പഠിക്കാൻ പറ്റുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് അന്നാണ്. അങ്ങനെ അഡ്മിഷനൊക്കെ കിട്ടി. ഞാൻ ആ സ്കൂളിൽ പോയി തുടങ്ങി ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു സത്യം അറിയുന്നത്. അവിടെ 10 വിഷയത്തിന് പകരം 12 വിഷയം പഠിക്കാനുണ്ട്. ഹിന്ദിയും ബയോളജിയും മലയാള സെക്കൻഡും ഇല്ലെങ്കിലും അവിടെ വേറെ പല വിഷയങ്ങളും 12 വിഷയം പഠിക്കാനുണ്ട് എന്നുള്ള വിവരം ഞാൻ അവിടെ അഡ്മിഷൻ എടുത്തതിന് ശേഷമാണ് അറിയുന്നത്. എൻ്റെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, കടിച്ചതിലും വലുത് മാളത്തിലാണല്ലോ. അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു എൻ്റെത്. എൻ്റെ അച്ഛൻ അതുമാത്രം എന്നോട് പറഞ്ഞില്ല. അങ്ങനെ 8ാം ക്ലാസ്സിൽ ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കിങ്ങനെ ഒരു അപകടമൊക്കെ പറ്റിയത്. ഒരു ഓണം വെക്കേഷന് എൻ്റെ എല്ലാ വെക്കേഷനും എൻ്റെ എല്ലാ അവധിയും ഞാൻ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലാണ് താമസിക്കാൻ വേണ്ടി പോവുക. അവിടെ പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവിടെ 2 ഏട്ടന്മാരുണ്ട്, കളിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ അവധിക്കാലമൊക്കെ ഞാൻ എൻ്റെ മൂത്തമ്മേൻ്റെ കൂടെയാണ് ചെലവഴിക്കൽ. അങ്ങനെയുള്ള ഒരു കാലത്ത് കോഴിക്കോട് ജില്ലയിൽ ഒരു ജൂനിയർ ടീമിൻ്റെ ഫുട്ബോൾ സെലക്ഷൻ ഉള്ളത് അറിഞ്ഞിട്ട് ആ സെലക്ഷന് പോകാൻ വേണ്ടി കിറ്റ് എടുക്കാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴാണ് എനിക്കിങ്ങനെ ഒരു അപകടം പറ്റിയത്. കോഴിക്കോട് കുറ്റിയാടി റോഡിലോടിയ KSRTC ബസ് ഞാനിരുന്ന ബൈക്കിന്റെ ക്രാഷ് കാർഡിൽ തട്ടി. ഞാൻ ബൈക്കിന്റെ പിറകിലാണ് ഇരുന്നത്. ആ ബൈക്ക് ഗട്ടറിൽ വീണ് ഏട്ടൻ റോഡ് സൈഡിൽ, ഞാൻ ആ ബസ്സിന്റെ ബാക്ക് വീലിലും തെറിച്ചു വീണ്. അങ്ങനെ KSRTC ബസ്സിന്റെ ബാക്ക് വീല് കയറിയിട്ടാണ് എൻ്റെ കാല് മുറിച്ച് കളഞ്ഞത്. എൻ്റെ ചികിത്സകളൊക്കെ നടന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ്. എന്താ പറയാ, ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ കാല് മുറിച്ച വിവരം പോലും ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. കാലവിടെ ഉള്ള പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഫാൻറ്റം ബീം എന്നാണ് അത് പറയുക. ഇല്ലാത്തൊരു സാധനം ഉള്ളതുപോലെ തോന്നുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. എനിക്കിപ്പോഴും എൻ്റെ കാലവിടെ ഉള്ള പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. നിങ്ങളൊക്കെ ഒരുപാട് സമയം ഒരു തൊപ്പി തലയിൽ വെച്ചാൽ, അല്ലെങ്കിൽ ഒരു വെയിറ്റുള്ള സാധനം തലയിൽ വെച്ച്, അരിയൊക്കെ തലയിൽ വെച്ച് ഒരുപാട് സമയം നിന്നാൽ അത് എടുത്തു മാറ്റിയാലും നമുക്കത് അവിടെ ഉള്ള പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും. അതുപോലെ 10-13 കൊല്ലം ഉപയോഗിച്ച കാല് മുറിച്ചു മാറ്റുമ്പം കൃത്യമായിട്ട് അത് അവിടെ ഉള്ള പോലത്തെ ഫീലിംഗ് ഉണ്ടാവും. അതിൻ്റെ മുകളിൽ നിന്ന് വേദനയാകുമ്പോഴത്തെ ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഞാൻ ICUവിൽ ബെഡിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ മാത്രമാണ് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുക. എൻ്റെ ഇടതുകാലിനും ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്, കമ്പിയിട്ടിട്ടുണ്ട്, പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇടതുകാലും ഫുൾ കവർ ചെയ്തിട്ടാണുള്ളത്.
ബാക്കി എല്ലാ ആളുകളും എൻ്റെ ബെഡിൻ്റെ അടുത്ത് വരുമ്പം തന്നെ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോവും. അച്ഛൻ്റെ ചേട്ടൻ മാത്രമാണ് ആ ബെഡിൽ ഇരിക്കല്. അങ്ങനെ ഒരു ദിവസം എനിക്ക് വലത് കാല് വേദനയാകുന്ന ഫീലിംഗ് ഒരുപാട് വന്ന്, വലത് കാലാണ് മുറിച്ചത്, ഇല്ലാത്ത കാല് വേദനയാകുമ്പോഴത്തെ ഫീലിംഗ് വരാൻ തുടങ്ങി. അങ്ങനെ വേദന ഒരുപാടായപ്പോൾ ഞാൻ എൻ്റെ മൂത്തച്ഛനോട് കാല് തടവി തരാൻ പറഞ്ഞു. മൂത്തച്ഛൻ എൻ്റെ ഇടത് കാലിൻ്റെ വിരല് തടവി തന്നു. ആ വിരല് മാത്രമാണ് പുറത്തുള്ളത്, മൂത്തച്ഛൻ അത് തടവി തന്ന്. പക്ഷേ ഞാൻ മൂത്തച്ഛനോട് ഇടത് കാലല്ല വലത് കാലാണ് വേദനയാവുന്നതെന്ന് പറഞ്ഞപ്പോൾ മൂത്തച്ഛൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാല് അവിടെ ഉണ്ടോ എന്ന് ഇങ്ങനെ തപ്പി നോക്കുന്നത്. ഇങ്ങനെ തപ്പി തപ്പി ഒരു പരിധി വരെ എത്തുമ്പോൾ കൈ വീണു. അങ്ങനെ 1-2 പ്രാവശ്യം തപ്പിയപ്പോഴാണ് കാലില്ല എന്നുള്ള വിവരം ഞാൻ അറിയുന്നത്. അന്ന് എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു, ഭയങ്കര വിഷമമായി. എൻ്റെ വിഷമത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഒന്നുകിൽ ഒരു മിലിറ്ററിക്കാരനാവണം, ഇല്ലെങ്കിൽ ഒരു പട്ടാളക്കാരൻ, അല്ല ഒരു ഫുട്ബോൾ പ്ലെയർ ആവണം എന്നുള്ളതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. ഇന്ന് സൈനികരോടൊപ്പം വേദി പങ്കിടുന്ന സമയത്തൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. എൻ്റെ രോമണിയിരിക്കുന്ന നിമിഷമാണ്. നിങ്ങൾക്കത് എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ജീവിതത്തിൽ അത്രയും ആഗ്രഹിച്ച ഒരു സംഭവമാണ് ഒരു പട്ടാളക്കാരനാവുക, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ പ്ലെയർ ആവുക എന്നുള്ളത്. അങ്ങനെ ഒരുപാട് കാലം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട്. ഒരുപാട് വർഷം, ഒരു വർഷത്തിന്റെ മേലെയൊക്കെ ഞാൻ ഹോസ്പിറ്റലുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് ജീവിച്ച ഒരാളാണ്. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ആദ്യമായിട്ട് വീട്ടിൽ ഡിസ്ചാർജ് ആയി പോയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം ഹോസ്പിറ്റലിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ മാറി വീട്ടിൻ്റെ അന്തരീക്ഷത്തിൽ എത്തുക എന്നുള്ള ഭയങ്കര ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയപ്പോൾ. പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി എൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് എന്താ പറയുക, എന്നെ ഒരുപാട് ആൾക്കാർ കാണാൻ വേണ്ടി വന്നു. ഞാൻ അപകടത്തിന് ശേഷം ആദ്യമായിട്ട് വീട്ടിൽ വരികയാണ്. എൻ്റെ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ എന്നെ കാണാൻ വേണ്ടി വന്ന്. പക്ഷേ എന്നെ കാണാൻ വേണ്ടി വന്ന ഭൂരിഭാഗം ആൾക്കാരും വളരെ സങ്കടത്തോടെ സഹതാപത്തോടെയാണ് എന്നെ നോക്കിക്കണ്ടത്. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് സങ്കടത്തോടെയും സഹതാപത്തോടെയൊക്കെയുള്ള പരിചരണങ്ങളാണ്. അതെന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയുക, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനം ഈ സങ്കടവും സഹതാപവും അതുപോലുള്ള പരിചരണങ്ങളൊക്കെയാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. പക്ഷേ എൻ്റെ നാട്ടിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ, ഞാൻ അതുവരെ കളിച്ച ഫാൽക്കൺസ് കുട്ടോത്ത് എന്ന് പറയുന്ന ക്ലബിലുള്ള എൻ്റെ സുഹൃത്തുക്കളാണ് ആദ്യമായിട്ട് എൻ്റെ അടുക്കൽ ചിരിച്ചുകൊണ്ട് വരികയും വീണ്ടും കിടക്കാൻ തന്നെ കളിക്കളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന എൻ്റെ സുഹൃത്തുക്കളാണ്. ഞാൻ ബെഡിൽ കിടക്കുന്ന സമയം മുതൽ ബെഡിൽ ഇരുന്നിട്ട് ചെസ് ബോർഡ്, ക്യാരം ബോർഡ് അതുപോലുള്ള കളികളൊക്കെ കളിച്ച് വീൽ ചെയറിൽ ഇരിക്കാൻ തുടങ്ങിയ സമയം മുതൽ വീൽ ചെയറിൽ ഇരുത്തിയിട്ട് നാട്ടിലുള്ള പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയും വീൽ ചെയറിൽ ഇരുന്നിട്ട് ഷട്ടിൽ, ക്രിക്കറ്റ്, വോളിബോൾ അതുപോലുള്ള കളികളൊക്കെ കളിക്കാൻ എന്നെ സഹായിച്ചത് എൻ്റെ സുഹൃത്തുക്കളാണ്. അങ്ങനെ വീൽ ചെയറിൽ ഇരുന്നിട്ട് ഒരുപാട് സമയം കളിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കാലിലുള്ളുന്ന ഒരു വേദന വരാൻ തുടങ്ങി. ഞാൻ വേദനയുള്ള വിവരം വീട്ടുകാർ ആരോടും പറഞ്ഞില്ല. പക്ഷേ ഒരുപാട് ദിവസം വേദന കൊണ്ട് കുളഞ്ഞതിന് ശേഷം ഒരു ദിവസം അമ്മ അതിവിദഗ്ധമായിട്ട് അത് കണ്ടുപിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് മുട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു ഞരമ്പ് വിട്ടുപോയിട്ടുണ്ടെന്നാണ്. അങ്ങനെ വീണ്ടും ഒരുപാട് കാലം ഞാൻ ഈ ഞരമ്പ് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചികിത്സകളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം എൻ്റെ ഞരമ്പൊക്കെ യോജിപ്പിച്ച് വീണ്ടും കുറേ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയ അപ്പോഴാണ് എന്താ പറയുക, വേറൊരു പ്രശ്നം ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഞാനിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എൻ്റെ കാലിങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും ആടുന്ന ഒരു പ്രശ്നം വന്ന് എന്നോട് അന്ന് ഡോക്ടർമാർ പറഞ്ഞത് ഒരു ബെൽറ്റിന്റെ സഹായം ഇല്ലാണ്ട് ഒരിക്കലും നിൽക്കാനോ നടക്കാനോ ഒന്നും പറ്റൂല എന്നാണ് അന്ന് ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു കാലില്ല, ഉള്ള കാലിന് ഒരു ബെൽറ്റിന്റെ സഹായം വേണമെന്ന് പറയുമ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫിസിയോതെറാപ്പി സെന്ററിൽ 5-8 മാസത്തോളം അവിടെ നിന്ന് താമസിച്ച് ഫിസിയോതെറാപ്പി ചെയ്തതിന് ശേഷമാണ് എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ പവർ തിരിച്ചു കിട്ടിയത്. അങ്ങനെ മുട്ടിൻ്റെ പവറൊക്കെ തിരിച്ചു കിട്ടി ഒരുപാട് കാലം ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ ആർട്ടിഫിഷ്യൽ ലിംബ് വെക്കാൻ തുടങ്ങി, വെപ്പ് കാല് വെക്കാൻ തുടങ്ങി. അങ്ങനെ വെപ്പ് കാലൊക്കെ വെച്ച് ജസ്റ്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അത്രയും കാലം പിന്നീട് സ്കൂളുകളിലൊന്നും പോയിട്ടില്ല. വെപ്പ് കാല് വെച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ വീണ്ടും എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുത്ത് അവിടെ ചേർത്ത്. അന്ന് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹിന്ദി പഠിക്കേണ്ട ഗതികേടിലേക്ക് ഞാൻ വീണ്ടും പോയി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഏറ്റവും വിഷമായിട്ട് തോന്നിയത്. ഞാൻ സ്കൂൾ അഡ്മിഷൻ എടുത്തത് ഒരു അധ്യയന വർഷം തുടങ്ങിയിട്ട് ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ വിദ്യാലയത്തിൽ അഡ്മിഷൻ എടുത്തത്. ഞാൻ അഡ്മിഷൻ എടുത്തിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കൂൾ സ്പോർട്സ് ഡേ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. എന്താണെന്ന് വെച്ചാൽ ആളുകൾ, കുട്ടികൾ ഓടുന്നതും ചാടുന്നതൊക്കെ കാണാമെന്നുള്ള സന്തോഷത്തോടെ ഞാൻ ആ ദിവസം ഏറ്റവും നേരത്തെ സ്കൂൾ എത്തുകയും ഗ്രൗണ്ടിൻ്റെ ഏറ്റവും
പറ്റിയൊരു സ്ഥലത്ത് ഇരിപ്പിടമൊക്കെ സെറ്റാക്കി ഞാൻ അവിടെ ഇരുന്ന് നേരത്തെ വന്നിരുന്ന് അങ്ങനെ സ്പോർട്സ് തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷമമാവാൻ തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ട മുന്നേ ഉള്ള വർഷങ്ങളിൽ ഓട്ടത്തിനും ചാട്ടത്തിനൊക്കെ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നേടുകയൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ഒരു ഗ്രൗണ്ടിൻ്റെ ഓരത്തായി പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോ വിളിച്ച് എൻ്റെ വീട്ടിൽ പോയി. അങ്ങനെ വീട്ടിൽ പോയി ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ പഴയ സൈക്കിള് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് നിർത്തിയിട്ടുണ്ട്. ഞാനങ്ങനെ ആ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ആരും കാണാണ്ട് സൈക്കിൾ എടുത്ത് ഓടിക്കാനുള്ള ഒരു ശ്രമം നടത്തി. അത് നല്ല വൃത്തിക്ക് പാളി. ഞാനും സൈക്കിളും ഒരു പാറക്കല്ലിൽ വീണ് എൻ്റെ മുട്ട് പാറക്കല്ലിൽ ഇടിച്ച് മുട്ടിൻ്റെ എല്ലാം ചീന്തിപ്പോയി. വീണ്ടും ഒരു 5-8 മാസം പ്ലാസ്റ്റർ ഇട്ട് കിടക്കേണ്ടി വന്ന്. അന്നും ചികിത്സകളൊക്കെ നടന്നത് കോഴിക്കോട് തന്നെയാണ്. വീണ്ടും രണ്ടാമത് പ്ലാസ്റ്റർ വെട്ടി ഒരുപാട് കാലം ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് കാലിൻ്റെ പവറൊക്കെ തിരിച്ച് കിട്ടി. ഞാൻ വീട്ടിലെത്തിയ അന്ന് ആദ്യം കയറിയത് സൈക്കിളിൻ്റെ മോളാണ്. അന്ന് എൻ്റെ സുഹൃത്തുക്കളൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജീവിതത്തിൽ സൈക്കിൾ ഓടിക്കുന്നത്, നീന്തൽ, അതുപോലെ ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ ഞാൻ രണ്ടാമത് പഠിച്ചെടുത്തതാണ്. അതിന് എന്താ പറയുക, ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ വീട്ടുകാരൊക്കെയാണ്. ഞാനിങ്ങനെ രണ്ടാമത് സൈക്കിൾ ഓടിച്ച് വീണപ്പോഴും ഇങ്ങനെ കളിക്കാൻ പോകുമ്പോഴൊന്നും ഇതുവരെ എന്നോട് എൻ്റെ അച്ഛനോ അമ്മയൊന്നും ഇതുവരെ എന്നോട് അത് ചെയ്യണ്ടെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഞാനത് പറഞ്ഞാൽ കേൾക്കൂല എന്നുള്ളൊരു തിരിച്ചറിവ് വീട്ടുകാർക്കുള്ളത് കൊണ്ടായിരിക്കും. എന്തായാലും വീട്ടുകാരോട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് അമ്മ. എന്താ പറയാ, ഇവിടെ കുട്ടികളോടൊക്കെ പറയാണ്, നമ്മുടെ അമ്മമാരും ഉമ്മമാരൊന്നും ചെയ്യുന്നത് പോലെ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ ലോകത്താരും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, അമ്മയല്ലാതെ ഒരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ എന്നൊക്കെ പറയുന്നത് കവികളെ എഴുതുന്നത് അതുകൊണ്ട് മാത്രമാണ്. അമ്മയും അച്ഛനൊക്കെ ജീവിതത്തിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാലം സ്റ്റിക്കിലൊക്കെ നടക്കാൻ തുടങ്ങിയതിന് ശേഷം, എൻ്റെ സ്റ്റിക്കിലുള്ള നടത്തത്തിൻ്റെ വേഗത കൂടിയതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ പന്ത് തട്ടാൻ തുടങ്ങിയത്. അതിൻ്റെ മുന്നേ ഒക്കെ ഗ്രൗണ്ടിൽ ഇങ്ങനെ പോയി കളി കാണുമ്പോൾ എന്നെങ്കിലും ഒരിക്കലും ഒരു ബൂട്ട് കെട്ടിയിട്ട് ഒരു ഗ്രൗണ്ടിൽ ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങി നിൽക്കാനെങ്കിലും കഴിഞ്ഞെങ്കിലും എന്നൊക്കെ ആഗ്രഹിച്ച നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വീണ്ടും സ്റ്റിക്കിലുള്ള നടത്തത്തിന് വേഗത കൂടിയപ്പോഴാണ് ഞാൻ രണ്ടാമത് അനിയൻ കളിക്കുന്ന പന്ത് ഉപയോഗിച്ചിട്ട് വീട്ടിൽ ഷെയ്ഡിന് പകരം ചെരുപ്പും കുപ്പിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി പന്ത് തട്ടി തുടങ്ങിയത്. സ്റ്റിക്കിലുള്ള നടത്തത്തിൻ്റെ വേഗത കൂടിയപ്പോഴാണ്. ഞാൻ ഒരുപാട് കാലം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ നാട്ടിലുള്ള ഗ്രൗണ്ടിൽ കളിക്കാൻ വേണ്ടി പോയത്. പക്ഷേ നാട്ടിലുള്ള ഗ്രൗണ്ടിൽ കളിക്കാൻ ഇറങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ എന്നെ എൻ്റെ സുഹൃത്തുക്കൾ നോർമലായിട്ടുള്ള ഒരാളെ പോലെ കണ്ടിട്ടാണ് എന്നെ കളിക്കാൻ കൂട്ടിയത്. ഞാൻ എല്ലാ സ്ഥലത്തും പോയിട്ട് പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്തുക്കൾ എനിക്കൊരു പരിഗണനയും തരാത്തതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്ന് എനിക്ക് എന്തെങ്കിലും ഒരിക്കലും ആ ഗ്രൗണ്ടിലേക്ക് ഒരിക്കലും കളിക്കാൻ പോകില്ല. എനിക്ക് ഡിഫൻസ് കളിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഡിഫൻസ് കളിക്കുന്ന സമയത്ത് ഒരുപാട് ഫൗളുകൾ ചെയ്യും, എന്നെ ഒരുപാട് ഫൗളുകൾ ചെയ്യും, എൻ്റെ സ്റ്റിക്കൊക്കെ തട്ടിയിടും. അതുപോലെ തന്നെ ഞാൻ തിരിച്ചും ഒരുപാട് ഫൗളുകൾ ചെയ്യും. സ്റ്റിക്ക് കൊണ്ട് ആൾക്കാരെ കാലിലൊക്കെ അടിക്കലുണ്ട് ചില സന്ദർഭത്തിൽ. അങ്ങനെ ഡിഫൻസൊക്കെ കളിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതിനൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ശേഷം നാട്ടിൽ ഇങ്ങനെ ഒരുപാട് കളികളൊക്കെ കളിച്ചതിന് ശേഷം ഞാൻ ഡിഗ്രി പഠിച്ചത് ദേവഗിരി കോളേജിലാണ്. ധനീഷേട്ടൻ്റെ കൂടിയൊക്കെയാണ് ഞാൻ ഡിഗ്രി ഹോസ്റ്റലിൽ പഠിച്ചത്. ധനീഷേട്ടനെ അറിയാം എൻ്റെ കാര്യങ്ങളൊക്കെ. ഞാൻ ഹോസ്റ്റലിൽ ടാഗോർ ഹോസ്റ്റൽ എന്ന് പറയുന്ന ഹോസ്റ്റലിലാണ് പഠിച്ചത്. ആ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചത്. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ്. എന്താ പറയുക, ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് കാലില്ലാത്തത് എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പഠിച്ച ഹോസ്റ്റലിൽ ഒരു 7:30-8 മണിയൊക്കെ ആകുമ്പോൾ ഹോസ്റ്റലിൽ ഫുഡ് കൊടുത്ത് കഴിയും, വൈകുന്നേരത്തെ ഫുഡ് കൊടുത്ത് കഴിയും. അത് കഴിഞ്ഞ് 8:30 ആകുമ്പോൾ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ട് ഗേറ്റ് അടയ്ക്കും. ഫ്രണ്ട് ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്റ്റലിൽ കഥയൊക്കെ പറഞ്ഞ് പഠനങ്ങളൊക്കെ കഴിഞ്ഞ്, പഠനം കുറവാണ് എന്നാലും കഥയൊക്കെ പറഞ്ഞിട്ട് 10-12 മണിയാകുമ്പോൾ നമുക്ക് രണ്ടാമത് വിശക്കാൻ തുടങ്ങും. അങ്ങനെ വിശക്കാൻ തുടങ്ങുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ പോയിട്ട് ഫുഡ് കഴിക്കലാണ് ഏക വഴി. പക്ഷേ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ട് ഗേറ്റ് അടയ്ക്കുന്നത് കൊണ്ട് നമ്മൾ സിനിമയിലൊക്കെ കാണും പോലെ താഴത്തെ റൂമിൻ്റെ ഒരു അഴി ഊരി മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി പുറത്ത് ചാടിയിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ സാധാരണ 2 കാലുള്ള ആളുകൾക്ക് ചെറിയ അഴി കൂടി പുറത്ത് ചാടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു കാലില്ലാത്തത് കൊണ്ട് എനിക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ പുറത്ത് ചാടി കിടക്കാൻ പറ്റും. പല ആൾക്കാരും അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയിട്ട് വാടം പിടിച്ച് പണിഷ്മെന്റ് നൽകിയ സന്ദർഭമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 3 കൊല്ലം ആ ഹോസ്റ്റലിൽ പഠിച്ചിട്ട് ഇതുവരെ എന്നെ പിടിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ സുഹൃത്തുക്കൾക്ക് പോലും കാലില്ലാത്തതിൻ്റെ പേരിൽ എന്നോട് അസൂയ തോന്നിയ സന്ദർഭങ്ങൾ അതൊക്കെയാണ്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളാണ്. അതുപോലെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്
കോളേജ് ടീമിന്റെ ജേഴ്സി അണിയണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ആർച്ചറി എന്ന് പറയുന്ന ഒരു ഐറ്റം പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ ഹോസ്റ്റലിലുള്ള എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ഫുട്ബോൾ കളിക്കലുണ്ട്. ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് എൻ്റെ അടുക്ക കോളേജിൻ്റെ കോച്ച് നിയാസ്കയാണ് എൻ്റെ അടുക്ക ആദ്യമായിട്ട് വന്നിട്ട് കാലിന് എന്താണ് പറ്റിയത്, ഇതുപോലുള്ള ഫുട്ബോൾ ടീം ഉണ്ടോ എന്നൊക്കെ എന്നോട് അന്വേഷിച്ചത് ആദ്യമായിട്ട് നിയാസ്കയാണ്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇതുപോലുള്ള ഫുട്ബോൾ ടീം ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് നടന്നത്. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോൾ ഇങ്ങനെ ഒരു ടീമില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്നോട് നിയാസ്ക പറഞ്ഞ് ഒരു 10 ആളെ സംഘടിപ്പിച്ചാൽ, ഇതുപോലുള്ള കാല് പോയ 10 ആളെ സംഘടിപ്പിച്ചാൽ നമുക്കൊരു ഫുട്ബോൾ ടൂർണമെന്റ് വെക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതുപോലുള്ള ആളുകളെ തപ്പി ഒരുപാട് നടന്നു. പക്ഷേ പല പ്രശ്നങ്ങളും അതിലുണ്ട്. ചില ആൾക്കാർക്ക് അപകടത്തിന് ശേഷം കളിക്കാൻ പേടിയാണ്. ചില അപകടം പറ്റിയ ആൾക്ക് കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും രക്ഷിതാക്കൾക്ക് കളിക്കാൻ വിടാൻ പേടിയാണ്. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് എനിക്ക് കേരളത്തിൽ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ സ്പോർട്സ് കൈകാര്യം ചെയ്യുന്ന ഒരു സാറ് നമ്പർ കിട്ടിയത്. ആ സാറെ വിളിച്ച് ഞാൻ ചോദിച്ചപ്പോൾ ആ സാറും എന്നോട് പറഞ്ഞത് ഇന്ത്യയിലും കേരളത്തിലൊന്നും ഇതുവരെ ആംബ്യൂട്ടി ഫുട്ബോൾ ടീമില്ല, ഭാവിയിൽ വേണമെങ്കിൽ ഉണ്ടാവും വരും എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാർ എന്നോട് പറഞ്ഞത് ഇപ്പോൾ നിലവിൽ ഒരു വോളിബോൾ ടീമിന്റെ സെലക്ഷൻ നടക്കുന്നുണ്ട്, കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ സെലക്ഷന് വാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് വോളിബോൾ കളിക്കാൻ വേണ്ടി തൃശ്ശൂർ പോകുന്നത്. അങ്ങനെ എനിക്ക് കേരള ടീമിൽ സെലക്ഷൻ കിട്ടി. കേരള ടീമിന്റെ ക്യാപ്റ്റനായി. അവിടുന്ന് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. ഇന്ത്യക്ക് വേണ്ടി ശ്രീലങ്കയിലൊക്കെ പോയിട്ട് വോളിബോളാണ് ഞാൻ ആദ്യമായിട്ട് കളിച്ചത്. ഇന്ത്യക്ക് വേണ്ടി ശ്രീലങ്കയിലൊക്കെ പോയിട്ട് വോളിബോൾ കളിച്ച് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഇന്ത്യക്ക് വേണ്ടി കളിച്ചു എന്നുള്ള സന്തോഷം ഉണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ കളിക്കുമ്പോൾ കിട്ടുന്ന ഫീലിങ്സും സന്തോഷവും സമാധാനമൊന്നും എനിക്ക് വേറെ എന്ത് ചെയ്താലും എന്ത് കളിച്ചാലും എനിക്ക് കിട്ടൂല. ഞാൻ വീണ്ടും രണ്ടാമതും പ്രാക്ടീസ് ചെയ്യാൻ കളിക്കുകയൊക്കെ ചെയ്തത് ഫുട്ബോളാണ്. അങ്ങനെ ഒരുപാട് കാലം ഫുട്ബോൾ കളിച്ച് നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷമാണ് വീണ്ടും ഇന്ത്യക്ക് ആദ്യമായിട്ടൊരു ആംബ്യൂട്ടി ഫുട്ബോൾ ടീം ഉണ്ടായത്. ആ ടീമിന്റെ സെലക്ഷനും പോയി. ആ ടീമിൽ എനിക്ക് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് സെലക്ഷൻ കിട്ടി. ഇന്ത്യക്ക് വേണ്ടി കെനിയയിൽ പോയി ഞാൻ ഫുട്ബോൾ കളിച്ചിട്ട് ആദ്യമായിട്ട് കളിച്ചത് കെനിയക്കെതിരെയാണ്. അതിനുശേഷം ഇന്ത്യയുടെ വേൾഡ് കപ്പിന്റെ ക്വാളിഫിക്കേഷൻ മത്സരങ്ങൾ നടന്ന് ആ മത്സരത്തിൽ ഇറാനെതിരെ കളിക്കാനും ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ട് തന്നെയാണ് കളിച്ചത്. നിലവിലും ഇന്ത്യൻ ആംബ്യൂട്ടി ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനാണ്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ആംബ്യൂട്ടി ഫുട്ബോളിലുള്ള ഗോൾ അടിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കാണുകയാണ്. ഞാൻ എന്താ പറയുക, അതുപോലെ അർജന്റീനയുടെ അണ്ടർ 23 ടീമിൻ്റെ കൂടെ കളിക്കാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉള്ള അവസരം എനിക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ട്. അന്ന് കളി കഴിഞ്ഞിട്ട് മറഡോണയുടെ കൂടെ വേൾഡ് കപ്പ് കളിച്ച ജൂലിയോ അലാത്തിഗേഷ്യ എന്ന് പറയുന്ന കോച്ചാണ് പ്ലെയർ ആയിരുന്നു അന്ന് ആ ടീമിന്റെ കോച്ച്. ആ കോച്ച് കളി കഴിഞ്ഞിട്ട് അർജന്റീനയുടെ ഒറിജിനൽ ഒഫീഷ്യൽ ക്യാപ്പ് എനിക്ക് ഊരി തന്ന സന്ദർഭമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാൻ കളി കഴിഞ്ഞിട്ട് കുളിക്കാൻ മറന്ന ഒരു ദിവസം അതാണ്. ബാക്കി എല്ലാ ദിവസവും കുളിക്കലുണ്ട് കേട്ടോ. അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോ ഇന്ത്യക്ക് വേണ്ടി ആംബ്യൂട്ടി ഫുട്ബോൾ ടീം ഫുട്ബോളിൽ കളിക്കുന്നുണ്ടെങ്കിൽ കൂടി ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ കളിക്കുന്നത് നോർമൽ ഫുട്ബോളാണ്. സാധാരണ ആളുകളുടെ കൂടെയുള്ള ഫുട്ബോളും അതുപോലുള്ള സാധാരണ ആളുകളുടെ കൂടെയുള്ള ടൂർണമെന്റുകളൊക്കെയാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ കളിക്കുന്നത്. അങ്ങനെ കളിക്കാൻ കഴിയുന്നത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുകയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ കളിക്കാൻ ആഗ്രഹവും ഇഷ്ടവും നോർമലായിട്ടുള്ള ആളുടെ കൂടെ ഫുട്ബോൾ കളിക്കാനാണ്. നിലവിൽ കോഴിക്കോട് മലബാർ യുണൈറ്റഡ് FC എന്ന് പറയുന്ന ടീമിന് വേണ്ടിയിട്ട് ഒരു 11 ഫുട്ബോൾ ടൂർണമെന്റ് കളിച്ചപ്പോൾ അത് നോർമലായിട്ടുള്ള ആളുകളുടെ ടൂർണമെന്റാണ്. ആ ടൂർണമെന്റിന്റെ വീഡിയോ ടിക്ടോക്കിലും ഫേസ്ബുക്കിലും ഒക്കെ വൈറലായ സമയത്ത് എനിക്ക് ISLന്റെ ഭാഗമായിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ കൂടെ അന്നത്തെ കോച്ച് എൽക്കോ ഷറ്റോരി എന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് വിളിക്കുകയും ISLന്റെ ഭാഗമായിട്ട് ആ ടീമിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാനും കളിക്കാനൊക്കെയുള്ള അവസരമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതും എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ലീഗിന്റെ ഭാഗമാവാൻ കഴിഞ്ഞു എന്നുള്ളതും എൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് കാണുകയാണ്. അതുപോലെ ബഹറിൽ യുവ കേരള എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ട് അതും നോർമലായിട്ടുള്ള ആളുകൾ കളിക്കുന്ന ടൂർണമെന്റാണ്. ബഹറിൽ യുവ കേരളയ്ക്ക് വേണ്ടിയിട്ട് അവിടെ പോയിട്ട് കളിക്കാനോ ആ ടൂർണമെന്റ് വിൻ ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ജീവിതത്തിലെ വലിയ വലിയ കാര്യമായിട്ട് കാണുകയാണ്. എനിക്കിന്നും ഇപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ കളിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും നോർമലായിട്ടുള്ള ഫുട്ബോളാണ്. അതുപോലെ ആംബ്യൂട്ടി ആയിട്ടുള്ള ഒരാൾ ഇന്ത്യയിൽ D ലൈസൻസ് ഫുട്ബോളിന്റെ കോച്ചിങ് ലൈസൻസ് എടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് എടുക്കുന്ന ആള് ഞാനാണ്, ആംബ്യൂട്ടി ആയിട്ടുള്ള ആളുകൾക്ക്. അതും എൻ്റെ ജീവിതത്തിലെ വലിയൊരു വിജയമായിട്ട് കാണുകയാണ്. എനിക്കിങ്ങനെ ഫുട്ബോൾ കളിക്കും പോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മറ്റൊരു വിഷയം എന്ന് പറയുന്നത് അഡ്വഞ്ചർ ആയിട്ടുള്ള യാത്രകളാണ്. അഡ്വഞ്ചർ ആയിട്ടുള്ള ട്രാവലിംഗ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോൾ ഒരുപാട് കിലോമീറ്റർ കാട്ടിൻ്റെ ഉള്ളുകളിലും മലയൊക്കെ കയറി ഉള്ള യാത്രകൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് ഫുട്ബോൾ കഴിഞ്ഞാൽ
ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വിഷയം. അതുപോലെ സ്കൂബ ഡൈവിങ് ചെയ്തിട്ടുണ്ട്, കടലിന്റെ അടിയിലൊക്കെ പോയിട്ടുണ്ട്, പാരാഗ്ലൈഡിങ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഇതൊക്കെ ചെയ്യാൻ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും സഹായിച്ചതൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. ഇതൊക്കെ എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമായിട്ട്, വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ പിറന്നു വീണ എല്ലാ മനുഷ്യന്മാരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ രൂപത്തിലാണ് വന്നത്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വേറെ പല രൂപത്തിലും ഭാവത്തിലും കോലത്തിലൊക്കെ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരും. അങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ അതിൻ്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കാതിരിക്കുക, അതിനെ നേരിടാനുള്ള ഒരു കരുത്ത് എല്ലാവരും നേടിയെടുക്കുക. ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് പറയാറുണ്ട്, ഒരു വിത്തിനുള്ളിൽ ഒരു മരം ഉറങ്ങിക്കിടക്കുന്നത് പോലെ എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും അപരിമിതമായ കഴിവുകളുണ്ട്. ആ കഴിവുകൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടെന്നാൽ എല്ലാവർക്കും ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി സാധിക്കും. നമ്മളൊക്കെ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് 1-2 പ്രാവശ്യം പരിശ്രമിച്ച് പരാജയപ്പെടുമ്പോൾ നമ്മൾ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ മാറ്റി വെക്കുക ചെയ്യുക. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എത്ര തവണ ശ്രമിക്കുന്നു എന്നുള്ളതല്ല, അത് കിട്ടുന്നത് വരെ ശ്രമിച്ചോ എന്നുള്ളതാണ് കാര്യം. അപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിച്ചാൽ ഏതൊരാൾക്കും ജീവിതത്തിൽ അത് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതിനുള്ള കരുത്ത് എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലുണ്ട്. ഈ ഭൂമിയിൽ പിറന്ന എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും ദൈവത്തിന്റെ ഒരു ചൈതന്യമുണ്ട്. അത് ഉള്ളിടത്തോളം കാലം എല്ലാവർക്കും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടി സാധിക്കും. അതിന് കഠിനമായി പരിശ്രമിച്ചാൽ മാത്രം മതി. നമ്മളൊക്കെ എന്താവണമെന്ന് തീരുമാനിക്കുന്നത്, എന്താവണമെന്ന് നിശ്ചയിക്കേണ്ടത് നമ്മുടെ തീരുമാനങ്ങളാണ്. അത് വേറൊരാൾക്കും വിട്ടുകൊടുക്കരുത്. നിങ്ങൾ ഈ അടുത്തിറങ്ങിയ ഫുട്ബോളിനെ കുറിച്ച്, ഈ ഇന്ത്യൻ ഫുട്ബോളിന്റെ ലെജൻഡായ VP സത്യൻ എന്ന് പറയുന്ന ആ കളിക്കാരനെ കുറിച്ച് ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയുണ്ട്. ജയസൂര്യാണ് ആ പടത്തിൽ അഭിനയിച്ചത്. ആ പടത്തിൽ പറയുന്നത് ഒരു കളിക്കാരന്റെ ആയുസ് അവന്റെ കാലുകളാണെന്നാണ് പറയുന്നത്. പക്ഷെ ഞാനൊക്കെ വിശ്വസിക്കുന്നത് ഒരു കളിക്കാരന്റെ ആയുസ് അവന്റെ തീരുമാനങ്ങൾ മാത്രമാണ് എന്നാണ്. നമ്മളൊക്കെ എന്താണെന്ന് നിശ്ചയിക്കുന്നത് എപ്പോഴും നമ്മുടെ തീരുമാനങ്ങൾ മാത്രമായിരിക്കണം. ജീവിതത്തിൽ ശക്തമായ തീരുമാനങ്ങൾ എടുത്തിട്ട് അതിനുവേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് കാണാനുള്ള ഒരു കരുത്ത് എല്ലാവരും നേടിയെടുക്കുക. ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ദിവസം സെപ്റ്റംബർ 2 എന്ന് പറയുന്ന ദിവസമാണ്. ഞാൻ ഇന്ത്യക്ക് വേണ്ടി വോളിബോൾ കളിച്ചപ്പോഴും ഫുട്ബോൾ കളിച്ചപ്പോഴൊക്കെ സെലക്ട് ചെയ്ത ജേഴ്സി നമ്പർ 2-ാം നമ്പറാണ്. 2-ാം നമ്പർ ജേഴ്സി ഇട്ടാണ് ഞാൻ കളിക്കല്. ക്ലബിന് വേണ്ടി കളിക്കുമ്പോൾ ജേഴ്സി സെലക്ട് ചെയ്യാനുള്ള അവസരം ലഭിക്കുമ്പോൾ ഞാൻ 2-ാം നമ്പർ ജേഴ്സിയാണ് ഉപയോഗിക്കുക. എൻ്റെ സ്റ്റിക്കിൻ്റെ മുകളിൽ അടിച്ചു വെച്ച നമ്പറൊക്കെ 2ആണ്. എനിക്ക് അതുപോലെ തന്നെ ഞാൻ എൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ മറന്നാലും സെപ്റ്റംബർ 2 എന്ന് പറയുന്ന ദിവസം അതിഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ഈ ദിവസം അത്രയും ഗംഭീരമായിട്ട് ആഘോഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, എനിക്ക് അപകടം പറ്റിയിട്ട് എൻ്റെ കാല് മുറിച്ചാണ് ദിവസമാണ് സെപ്റ്റംബർ 2. ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് എൻ്റെ കാല് സ്വർഗത്തിൽ പോയ ദിവസമാണ് സെപ്റ്റംബർ 2 എന്ന് വിശ്വസിച്ചിട്ടാണ് ഞാൻ ആ ദിവസം അതിഗംഭീരമായിട്ട് ആഘോഷിക്കുന്നതും എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കുന്നതും. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടിരുന്നത് കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ വേണ്ടി സാധിക്കില്ല. ഒരു മനുഷ്യന് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സങ്കടപ്പെടുക എന്നുള്ളത്. സങ്കടപ്പെടുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു മൂലക്കിരുന്ന് അയ്യോ എനിക്കിങ്ങനെ പറ്റി അങ്ങനെ പറ്റി എന്ന് ആലോചിച്ച് കരയുക എന്ന് പറയുന്നത് ഏതൊരാൾക്കും കഴിയുന്ന കാര്യമാണ്. പക്ഷെ അതിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതാണ് അതിന്റെ ധീരത. അതിനു വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും സങ്കടം ഒരു ലഹരിയായിട്ട് കൊണ്ടെടുക്കുന്ന ആൾക്കാരാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് കണ്ടിട്ട് ജീവിതത്തിലെ ആഗ്രഹങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കൊക്കെ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റും. അതിനുള്ള കരുത്തും ശേഷിയും ക്ഷേമോശിയും ഒക്കെ എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലുണ്ട്. അത് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ഞാനിങ്ങനെ പല സ്ഥലങ്ങളിലും പോയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, ഈ വേദിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് ഭൂരിഭാഗം ആൾക്കാരും ചോദിച്ചൊരു ചോദ്യം, ഇങ്ങനെ കാലിന് അപകടമൊക്കെ പറ്റിയിട്ട് കാല് മുറിച്ചതിന് ശേഷം എങ്ങനെയാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നതെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിക്കുന്ന ആളുകളുടെ ഓടൊക്കെ ഞാൻ പറയുന്ന ഒരു കഥ എന്ന് പറയുന്നത് ഭഗത് സിംഗിനെ കുറിച്ചുള്ള കഥയാണ്. നിങ്ങൾക്കൊക്കെ അറിയാനുണ്ടാവും. ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചത് ഭാരത് മാതാ കി ജയ് വിളിച്ചതിനാണ്. ബ്രിട്ടീഷുകാര് അതിന്റെ വിധി നടക്കുന്ന സമയത്ത് ഭഗത് സിംഗിനോട് ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടി ജയ് വിളിച്ചാലും തൂക്കിക്കൊല്ലാണ്ട് വിടാന്ന് പറഞ്ഞപ്പോൾ ഭഗത് സിംഗ് പറഞ്ഞത്, ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി മാത്രമേ ജയ് വിളിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ട് ഭഗത് സിംഗിനോട് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഭഗത് സിംഗ് പറഞ്ഞത്, എനിക്ക് എൻ്റെ അമ്മേനെ കണ്ട് മരിക്കണമെന്നുണ്ട്, അതും നിങ്ങൾ സമ്മതിക്കെങ്കിലും മാത്രം മതി, ഇല്ലെങ്കിൽ വേണ്ട എന്നാണ് ഭഗത് സിംഗ് പറഞ്ഞത്. അങ്ങനെ ഭഗത് സിംഗ് അത് പറഞ്ഞപ്പോൾ ഭഗത് സിംഗിന് ബ്രിട്ടീഷുകാർ അമ്മേനെ കാണാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്ത്. എന്താണെന്ന് വെച്ചാൽ, ഇയാൾ അമ്മേനെ കാണുമ്പോഴെങ്കിലും ഇയാളൊന്ന് കരയട്ടെ എന്ന് വിചാരിച്ചിട്ട്
അമ്മേനെ കാണാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തിട്ട് ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലുന്നതിന്റെ തൊട്ട് മുന്നേ ഭഗത് സിംഗിന്റെ അമ്മ ഇങ്ങനെ ജയിലിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ട്. ഭഗത് സിംഗ് ഇങ്ങനെ ജയിലിൽ അഴിയൊക്കെ പിടിച്ചു നിൽക്കുമ്പോൾ സ്വന്തം അമ്മ കരഞ്ഞുകൊണ്ട് കയറി വീഴുന്നത് കണ്ടിട്ട് ഭഗത് സിംഗ് അമ്മേനോട് പറഞ്ഞത്, എനിക്ക് അമ്മേനെ കണ്ട് മരിക്കണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷേ സ്വന്തം മകൻ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ പോകുമ്പോൾ കരയുന്ന അമ്മേനെ എനിക്ക് കാണണമെന്നില്ല, അമ്മേനെ കാണുമ്പോൾ എനിക്ക് പുച്ഛാണ് തോന്നുന്നത് എന്നാണ് ഭഗത് സിംഗ് പറഞ്ഞത്. അത് പറഞ്ഞ് ഭഗത് സിംഗ് ഇങ്ങനെ തിരിഞ്ഞു നടക്കുമ്പോൾ ഭഗത് സിംഗിന്റെ അമ്മ പറഞ്ഞത്, മോനെ ഭഗത് എന്ന് വിളിച്ചിട്ട് ഭഗത് സിംഗിന്റെ അമ്മ ഭഗത് സിംഗിനോട് പറഞ്ഞത്, എൻ്റെ മകൻ മരിക്കുന്ന സങ്കടം കൊണ്ടല്ല ഞാൻ കരയുന്നത്, നിന്നെ പോലെയുള്ള ഒരൊറ്റ മകനെ മാത്രമേ പ്രസവിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ള സങ്കടം കൊണ്ടാണ് ഞാൻ മരിക്കുന്നത് എന്നാണ് ഭഗത് സിംഗിന്റെ അമ്മ പറഞ്ഞത്. അപ്പോ ഇത്രയും ധീരന്മാരായ അമ്മമാരും മക്കളൊക്കെ ജീവിച്ചു മരിച്ചൊരു മണ്ണിലാണ് നമ്മളും പറന്നു വീണത്. അപ്പോ ഇത്രയും ധീരത കാണിച്ച ആൾക്കാർ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ മുടി നരച്ചു പോയതിന്, കഷണ്ടി വന്നതിന്, മുഖക്കുരു വന്നതിന്, തടിച്ചു പോയതിന്, മെലിഞ്ഞു പോയതിനൊക്കെ സങ്കടപ്പെടുകയും കരയുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മുടെയൊക്കെ നിലവാരം എത്രയോ താഴെയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മുടെ അത്രയും മഹത്തായ ഒരു രാജ്യത്താണ് തുറന്നു വീണത്. നമ്മുടെ മുന്നിൽ ധീരത കാണിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയും ആളുകൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സങ്കടപ്പെടുകയും കരയുകയും വിഷമിക്കുകയൊന്നും ചെയ്യാതിരിക്കുക. എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ കുറവുകളെ നികത്താൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും അത് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ എൻ്റെ മുന്നിൽ ഇത്രയും രക്ഷിതാക്കളും കുട്ടികളൊക്കെ ഇരിക്കുന്നത് കൊണ്ട്, അതും ഈ ഒരു സ്കൂളിന്റെ മുറ്റത്തായതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാണ്. ഈ അടുത്താണ് നമ്മുടെ വേൾഡ് കപ്പ് കഴിഞ്ഞത്. ഫുട്ബോളിന്റെ വേൾഡ് കപ്പ് കഴിഞ്ഞ സമയത്ത് നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങൾ, ജപ്പാനെ പോലെയുള്ള ഏഷ്യൻ രാജ്യങ്ങളൊക്കെ ഫുട്ബോളിൽ ഒരുപാട് മുന്നോട്ട് വന്ന ഒരു വേൾഡ് കപ്പാണ് ഇപ്പം കഴിഞ്ഞത്. ഈ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള പല സ്ഥലത്തുള്ള ചർച്ച എന്ന് പറയുന്നത്, എന്താ പറയാ, ഇത്രയും കോടി ജനങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇന്ത്യ വേൾഡ് കപ്പിൽ എത്താണ്ടായി പോകുന്നത് എന്നുള്ള ഒരു ചർച്ച എല്ലാ നാട്ടിലും നടന്നിട്ടുണ്ടാവും. അങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഭൂരിഭാഗം ആൾക്കാരും പറയുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് സ്റ്റാമിന ഇല്ലാതാണ്. പക്ഷെ ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുന്നില്ല. സ്റ്റാമിനയുള്ള പല കാര്യങ്ങളിലും നമ്മൾ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. നമ്മുടെ ആർമി പോലും ഒരുപാട് മറ്റു രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് മുന്നിലാണ്. അതൊക്കെ ആ കായികപരമായിട്ട് ശേഷിയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യ അതുപോലെ ഈ അടുത്ത് പാലക്കാട് മലയുടെ ഇടങ്ങി കുടുങ്ങിപ്പോയിട്ട് 2-3 ദിവസം ജീവനോടെ നിന്നൊരു ബാബു എന്ന് പറയുന്ന ആൾക്ക് സ്റ്റാമിന ഉള്ളത് കൊണ്ടാണ് അയാൾ അത്രയും ദിവസം അവിടെ പിടിച്ചു നിന്നത്. അപ്പോൾ ഇന്ത്യക്കാർക്ക് ഒരിക്കലും സ്റ്റാമിന ഇല്ലാത്തത് കൊണ്ടല്ല നമ്മൾ ഫുട്ബോളിലും കായിക മേഖലയിലും എവിടെ എത്താണ്ടായി പോകുന്നത്. അത് നമ്മുടെ ഏറ്റവും ചെറിയ പ്രായത്തിൽ ഏറ്റവും ചെറിയ കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള കോച്ചിങ്ങുകളും കാര്യങ്ങളൊക്കെ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ കായിക മേഖല ഇങ്ങനെ തകർന്നു പോയത്. എന്താ പറയാ, നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇപ്പോഴും എല്ലാ വിദ്യാലയങ്ങളിലും, എനിക്കറിയുന്ന ഭൂരിഭാഗം വിദ്യാലയങ്ങളിലും ഇപ്പോഴും PT-ന്റെ പിരീഡ് കണക്കിന്റെ മാഷ് കയറി വരുന്ന സമ്പ്രദായമാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. അതിനാൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഭൂരിഭാഗം രക്ഷിതാക്കളും അധ്യാപകരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ അറിവ് അങ്ങനെയാണ്. അങ്ങനെ ചെയ്ത് അതൊക്കെ ഏറ്റവും വലിയ തെറ്റാണ് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊക്കെ എന്തെങ്കിലും ഒരിക്കൽ കുട്ടികളോട് പഠിക്കുക എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു ദിവസം കുട്ടികളോട് കളിക്കുക എന്ന് പറഞ്ഞ രക്ഷിതാക്കള് എൻ്റെ മുന്നിൽ എത്ര ആളുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഇതൊക്കെയാണ് നമ്മൾ മാറ്റേണ്ടത്. ഇങ്ങനെ ചെറിയ തലത്തിൽ തൊട്ട് മാറിയാൽ മാത്രമേ നമ്മുടെ ഭാവിയിൽ നമ്മുടെ ഇന്ത്യക്ക് വേൾഡ് കപ്പിലൊക്കെ കളിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. നിങ്ങളോട് പറയാനുള്ളത്, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് പുസ്തകം നിഷേധിക്കുന്നത് എത്രത്തോളം വലിയ തെറ്റാണോ അത്രത്തോളം വലിയ തെറ്റാണ് കളിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പന്തും മൈതാനമൊക്കെ നിഷേധിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കാം. എന്താ പറയുക, കുട്ടികളെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് വളരാൻ വേണ്ടി അവരെ അനുവദിക്കുക. പാട്ട് പാടാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ അതിന് വിടുക, കളിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ അതിന് വിടുക, മറ്റ് കഴിവുകളുള്ള ആളുകളെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ പഠിക്കാൻ വിടുക. അങ്ങനെ അവരുടെ ആഗ്രഹങ്ങൾക്ക് വളരാൻ വേണ്ടിയുള്ള ഒരു അവസരം, ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാൻ എൻ്റെ മുന്നിൽ നിൽക്കുന്ന രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരിക്കൽ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളും അല്ലെങ്കിൽ ഇന്ത്യൻ കായിക മേഖലയും ഒരുപാട് മുന്നോട്ട് വളരട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകട്ടെ. വിവേകാനന്ദ പറഞ്ഞത് 10 യുവത്വം തുളുമ്പുന്ന 10 ആൾക്കാരെ തന്നാൽ ഞാൻ ഈ ലോകം മുഴുവൻ മാറ്റിമറിക്കാന്ന് പറഞ്ഞ ആളാണ് വിവേകാനന്ദൻ. എന്താ പറയുക, ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രായമായ ആൾക്കാർ വിചാരിക്കും ഞാളെ കൊണ്ട് ഇത് പറ്റൂല. വിവേകാനന്ദൻ പറഞ്ഞ യുവത്വം എന്ന് പറയുന്നത് ചിന്തയിലും പ്രവൃത്തിയിലും യുവത്വമുള്ള ആളുകളാണ്. 18 വയസ്സായ ഒരു കുട്ടിക്ക് ചിന്തയിലും പ്രവൃത്തിയിലും യുവത്വം ഇല്ലെങ്കിൽ അയാൾ ഒരു വൃദ്ധൻ തന്നെയാണ്. അതുപോലെ 10-65 വയസ്സായ ആളുകളിൽ ചിന്തയിലും പ്രവൃത്തിയിലും യുവത്വം ഉണ്ടെങ്കിൽ അയാൾ യുവാവ് തന്നെയാണ്.
അതുകൊണ്ട് ചിന്തയിലും പ്രവൃത്തിയിലും യുവത്വം തുടങ്ങുന്ന ആളുകളായിട്ട് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട്, ഈ രാജ്യത്തിന്റെ പരമോന്നത വിജയത്തിന് വേണ്ടിയിട്ട്, ഈ രാജ്യത്തിന്റെ പരംവൈഭവത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും അതിൽ വിജയം നേടാനും എൻ്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു. നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ വൈശാഖ് SRനെ സ്വാമിജി പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. അടുത്തതായി വേദിയിൽ വർഷങ്ങൾ ഈ വിദ്യാലയത്തിന് വേണ്ടി സർവീസ് ചെയ്ത അധ്യാപകരെ ആദരിക്കുകയാണ്. ഈ വർഷം വിരമിക്കുന്ന അധ്യാപകരെ ആദരിക്കുകയാണ്. ആദരിക്കുന്നത് ക്യാപ്റ്റൻ വിക്രമിൻ്റെ അമ്മയായ കല്യാണി പണിക്കരാണ്. കല്യാണി പണിക്കരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദ്യമായി ആദരിക്കുന്നത് ലതിക ടീച്ചർ. R. രാമചന്ദ്രൻ സുവോളജിയിൽ ഡിഗ്രിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ബിരുദവും നേടി. 1989 രാമകൃഷ്ണ മിഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചു. അച്ഛൻ രാമചന്ദ്രൻ മാസ്റ്റർ നമ്മുടെ വിദ്യാലയത്തിലെ തന്നെ അധ്യാപകനായിരുന്നു. നീണ്ട 34 വർഷങ്ങൾ നമ്മുടെ വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിച്ച ലതിക ടീച്ചർ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. അടുത്തതായി ആദരിക്കുന്നത് LPU സ്കൂളിൽ ഹെഡ് ടീച്ചറായിട്ട് പ്രവർത്തിച്ച് വിരമിക്കുന്ന സുഷമ ടീച്ചർ. 1988 ജൂൺ മാസം രാമകൃഷ്ണ മിഷൻ LPU സ്കൂളിൽ അധ്യാപികയായി എത്തിച്ചേർന്ന് 34 വർഷത്തോളം സേവനമനുഷ്ഠിച്ചു. 2018 LPU സ്കൂളിലെ പ്രധാന അധ്യാപികയായി. രാമകൃഷ്ണൻ നായരുടെയും ഗൗരി അമ്മയുടെയും മകളായി കോട്ടയം കുറിച്ചിത്താനത്താണ് ജനിച്ചത്. പൂജനീയ സ്വാമിജി സിദ്ധിനാഥാനന്ദ മഹാരാജിന്റെ ജന്മനാടാണ് കുറിച്ചിത്താനം. 5 വർഷമായി പ്രധാന അധ്യാപികയായി സേവനമനുഷ്ഠിച്ചിരിക്കുന്നു. ബിന്ദു ടീച്ചർ. രവീന്ദ്രമേനോൻ ഭാർഗവി ദമ്പതിമാരുടെ മകളായി കോഴിക്കോട് ജനിച്ച KC ബിന്ദു ടീച്ചർ ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 2002 നമ്മുടെ LP സ്കൂളിൽ അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചു. പിന്നീട് രാമകൃഷ്ണ മിഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപികയായി സേവനം തുടർന്നു. 4 വർഷത്തോളം JRC ജോയിന്റ് കൺവീനറും 3 വർഷം ജാഗ്രതാ സമിതി കൺവീനറുമായിരുന്നു. ബിന്ദു ടീച്ചറുടെ അമ്മയും നമ്മുടെ സ്കൂളിലെ അധ്യാപിക തന്നെയായിരുന്നു. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം ഈ വർഷം ബിന്ദു ടീച്ചർ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. പരമേശ്വരൻ മാസ്റ്റർ ചാത്തമംഗലത്ത് കണ്ടമംഗലം ഇല്ലത്തിലെ സുബ്രഹ്മണ്യ നമ്പൂതിരിയുടെയും പാർവതി അന്തർജനത്തിൻ്റെയും മകനായി ജനിച്ചു. 1999 രാമകൃഷ്ണ മിഷൻ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ അധ്യാപകനായി പ്രവേശിച്ചു. 24 വർഷങ്ങളോളം ഈ വിദ്യാലയത്തിലെ കണക്കിൻ്റെ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. സഹധർമ്മിണി സതി പി KSCB-യിലെ ഉദ്യോഗസ്ഥയാണ്. പരമേശ്വര മാഷയെ സ്നേഹപൂർവ്വം ആദരിക്കുന്നു. പത്മിനി ടീച്ചർ. പത്മിനി ടീച്ചറെ ഒറ്റ വാക്കിൽ പറയാൻ ഒന്നേ ഉള്ളൂ, പങ്ക്ച്വൽ ആൻഡ് ഓർഗനൈസ്ഡ്. ടീച്ചർക്കുള്ള വിശേഷണം ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ അധ്യാപകർ അങ്ങനെയാണ് പറയുന്നത്. പൊന്നാനി വെളിയങ്കോട് സ്വദേശി ത്രിവിക്രമൻ നമ്പൂതിരിയുടെയും ഗൗരി അന്തർജനത്തിൻ്റെയും മകളായി ജനിച്ച് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നിന്നും വിദ്യാഭ്യാസം നേടി. MA ഹിസ്റ്ററിയിൽ വിദ്യാഭ്യാസം നേടി.
2000 മുതൽ ഹയർ സെക്കൻഡറി രാമകൃഷ്ണ മിഷൻ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ ഹിസ്റ്ററി ടീച്ചറാണ്. ടീച്ചർക്ക് ആദരവ് നൽകുന്നു. പ്രധാനാധ്യാപകനുമായും പ്രവർത്തിച്ച PCK രാജ സാറിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ മക്കളായ ജയകൃഷ്ണൻ, ഉമ എന്നിവർ ഏർപ്പെടുത്തിയ PCK രാജ സ്മാരക പുരസ്കാരത്തിന് അർഹരായ വിദ്യാർത്ഥികളെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. 9ാം ക്ലാസ്സിൽ ബയോളജിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് 2000 രൂപ ക്യാഷ് അവാർഡും ഫലകവും നൽകുന്നത്. PCK രാജ സ്മാരക പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി 10C പഠിക്കുന്ന ഹരിഹരൻ AS വേദിയിലേക്ക് വരിക. സ്വാമിജി സാഹിത്യ സർവസ്വം എന്ന പുസ്തകവും ഈ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട്. ഹരിഹരൻ AS 10C വിവേകാനന്ദ സാഹിത്യ സർവസ്വവും 2000 രൂപ ക്യാഷ് അവാർഡും ഫലകവുമാണ് ബയോളജിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി 9ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. അക്സ MT 10A, അക്സ MT 10A അക്സ MT 10A. എസിൻ മുഹമ്മദ് 10B, എസിൻ മുഹമ്മദ് 10B. എസിൻ മുഹമ്മദ് 10B 2000 രൂപ ക്യാഷ് അവാർഡും വിവേകാനന്ദ സാഹിത്യ സർവസ്വവും ഫലകവും. എസിൻ മുഹമ്മദ് നമ്മുടെ വിദ്യാലയത്തിന്റെ സ്കൂൾ ലീഡറാണ്. അടുത്തതായി ആയിഷ റിൻസ P 10D, ആയിഷ റിൻസ 10D. +1 ബയോളജിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ചവർക്കുള്ള സമ്മാനദാനമാണ് അടുത്തതായിട്ട് നടത്തുന്നത്. ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികളാണവർ. മൃദുൽ K +2 സയൻസ് A ബാച്ച്, മൃദുൽ K +2 സയൻസ് A ബാച്ച്. മൃദുൽ K മുഴുവൻ മാർക്കും വാങ്ങിയ കുട്ടിയാണ്. ഫുൾ മാർക്ക് വാങ്ങിയ മൃദുലിന് അഭിനന്ദനങ്ങൾ. ഹരിഗോവിന്ദ് P +2 സയൻസ് A ബാച്ച്. ഈ മെടുക്കനും മുഴുവൻ മാർക്കും വാങ്ങിയ വിദ്യാർത്ഥിയാണ്. അലൻ കൃഷ്ണ K +2 സയൻസ് B ബാച്ച്. ഈ വിദ്യാർത്ഥിയും മുഴുവൻ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥിയാണ്. അഭിനന്ദനങ്ങൾ. അലൻ കൃഷ്ണ K +2 സയൻസ്. വിവേകാനന്ദ യൂത്ത് ഡേയോടനുബന്ധിച്ച് നമ്മുടെ വിദ്യാലയം സംഘടിപ്പിച്ച ഡിസ്ട്രിക്ട് ലെവൽ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് വിജയം വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് ഉള്ള സമ്മാനദാനമാണ് അടുത്തതായിട്ട് നടത്തുന്നത്.
ഹൈസ്കൂൾ വിഭാഗം എലക്യൂഷൻ മലയാളം. ഫസ്റ്റ് പ്രൈസ് നന്ദിത രാജ KC 8th D 8th ചിന്മയ മിഷൻ SSS. നന്ദിത രാജ KC. ഹൈസ്കൂൾ വിഭാഗം എലക്യൂഷൻ മലയാളത്തിൽ സമ്മാനം നൽകുന്നത് സ്വാമിജി നരസിംഹാനന്ദ മഹാരാജനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സെക്കൻഡ് പ്രൈസ് ശ്രീരാജ് R 8th GVHSS കിണാശ്ശേരി. ശ്രീരാജ് R 8th GVHSS കിണാശ്ശേരി. തേർഡ് അഭിരാം പ്രസാദ് 9th CIR HSS മാത്ര. അഭിരാം പ്രസാദ് CIR HSS മാത്ര. ഹൈസ്കൂൾ വിഭാഗം എലക്യൂഷൻ ഇംഗ്ലീഷ്. ഫസ്റ്റ് നന്ദിനി രാജ KC 8th ചിന്മയ മിഷൻ SSS കോഴിക്കോട്. നന്ദിനി രാജ KC ചിന്മയ മിഷൻ SSS കോഴിക്കോട്. സെക്കൻഡ് അലന മറിയം CIR HSS മാത്തറ. അലന മറിയം CIR HSS മാത്തറ. തേർഡ് അൽ റിഫ PT GVHSS കിണാശ്ശേരി. തേർഡ് അൽ റിഫ PT GVHSS കിണാശ്ശേരി. ഹൈസ്കൂൾ വിഭാഗം SA മലയാളം. ദിശാൻ ചന്ദ് NC സംസ്കൃത് HS വട്ടോളി. ദിശാൻ ചന്ദ് സംസ്കൃത് HS വട്ടോളി. സമ്മാനദാനം നൽകുന്നത് വൈശാഖ്. സെക്കൻഡ് ലബീബ K CIR HSS മാത്തറ. ലബീബ K CIR HSS മാത്തറ. ഹൈസ്കൂൾ വിഭാഗം SA റൈറ്റിംഗ് ഇംഗ്ലീഷ്. ആദിദേവ് S കേന്ദ്രീയ വിദ്യാലയ ഈസ്റ്റ് ഹിൽ. ഫസ്റ്റ് ആദിദേവ് കേന്ദ്രീയ വിദ്യാലയ ഈസ്റ്റ് ഹിൽ. സെക്കൻഡ് മുഹമ്മദ് ലസീൻ BP CIR HSS മാത്തറ. മുഹമ്മദ് ലസീൻ CIR HSS മാത്തറ. ഹയർ സെക്കൻഡറി വിഭാഗം ഉപന്യാസ മത്സരം മലയാളം. ഫസ്റ്റ് ആയിഷ നിദ P ഗവൺമെന്റ് മോഡൽ HSS കോഴിക്കോട്. ആയിഷ നിദ T ഗവൺമെന്റ് മോഡൽ HSS കോഴിക്കോട്. സെക്കൻഡ് ഹാദിയ KV +1 കൊമേഴ്സ് CIR HSS മാത്തറ. ഹയർ സെക്കൻഡറി വിഭാഗം SA റേറ്റിംഗ് ഇംഗ്ലീഷ്. ഫസ്റ്റ് വിദ സാക്ഷി +1 കൊമേഴ്സ് CIR HSS മാത്തറ. സ്കൂൾ ലെവൽ കോമ്പറ്റീഷൻസ്. എലക്യൂഷൻ കോമ്പറ്റീഷൻ ഫോർ LP സ്കൂളിന് വേണ്ടി നടത്തിയ കോമ്പറ്റീഷനിൽ മുഹമ്മദ് അജ്മൽ MP 3rd സ്റ്റാൻഡേർഡ്. മുഹമ്മദ് അജ്മൽ MP 3rd സ്റ്റാൻഡേർഡ്. സെക്കൻഡ് ആദവ് P 3rd സ്റ്റാൻഡേർഡ്. ആദവ് PV 3rd സ്റ്റാൻഡേർഡ്. തേർഡ് ശ്രീലക്ഷ്മി 4th സ്റ്റാൻഡേർഡ്. LP വിഭാഗത്തിന് വേണ്ടി നടത്തിയ പെയിന്റിംഗ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് സന്ദീപ് P 4th സ്റ്റാൻഡേർഡ്. സന്ദീപ് P 4th സ്റ്റാൻഡേർഡ്. സെക്കൻഡ് ഷീസ് മുഹമ്മദ് 4th സ്റ്റാൻഡേർഡ്. കളറിംഗ് മത്സരത്തിൽ കോമ്പറ്റീഷനിൽ LP വിഭാഗത്തിന്റെ കളറിംഗ് കോമ്പറ്റീഷൻ മത്സരത്തിന്റെ വിജയികൾക്കുള്ള സമ്മാനദാനം നൽകുന്നത് നമ്മുടെ സ്കൂളിലെ പ്രധാന അധ്യാപകനായ സാന്തൻ മാസ്റ്റർ. കളറിംഗ് മത്സരം LP വിഭാഗം. ഫസ്റ്റ് നിവേദിത അനീസ് N 2nd സ്റ്റാൻഡേർഡ്. നിവേദിത അനീഷ്. സെക്കൻഡ് ധൻവിക കൃഷ്ണ 1st സ്റ്റാൻഡേർഡ്. ധൻവിക കൃഷ്ണ. തേർഡ് ധ്യാനവ് P 2nd സ്റ്റാൻഡേർഡ്. ധ്യാനവ് P 2nd സ്റ്റാൻഡേർഡ്. UP വിഭാഗത്തിന് വേണ്ടിയുള്ള പെയിന്റിംഗ് മത്സരത്തിൽ ഫസ്റ്റ് അശ്വിൻ കൃഷ്ണ TK 7th A. അശ്വിൻ കൃഷ്ണ TK 7th A.
Second, Nikha Fatima 5th B. Nikha Fatima 5th B. Third, Malavika OS 7th C. രണ്ട് തേർഡ് ഉണ്ട്. അനന്തു PP 7th A. അനന്തു PP 7th A. മലയാളം പ്രസംഗ മത്സരത്തിൽ ഫസ്റ്റ് ഹരിദേവ് P 7th C. ഫസ്റ്റ് ഹരിദേവ് P 7th C. സെക്കൻഡ് ഹന്ന ഫാത്തിമ KP 7th H. ഇംഗ്ലീഷ് സ്പീച്ചിൽ ഫസ്റ്റ് ഹനീൻ സിയാൻ അബ്ദുൾ റഷീദ് 7th A. സെക്കൻഡ് ചന്ദന P 5th A. English speech. First, Hanin Zian Abdul Rashid 7th A. Second, Chandana P 5th A. Third, Diana Mariam KV 5th D. Diana Mariam KV 5th D. അടുത്തതായി ഹൈസ്കൂൾ വിഭാഗം SA കോമ്പറ്റീഷനിൽ പങ്കെടുത്ത വിജയികൾക്ക് സമ്മാനം നൽകുന്നതിനായി നമ്മുടെ PTA പ്രസിഡന്റിനെ ക്ഷണിച്ചോളും. ഒന്നാം സ്ഥാനം ആയിഷ തമീമ TK 10 D. സെക്കൻഡ് പ്ലേസ് ലാമിയ ജബീൻ AK 10 D. തേർഡ് സലാഹ ലത്തീഫ് P 8 F. ഹൈസ്കൂൾ വിഭാഗം മലയാളം SA കോമ്പറ്റീഷനിൽ ഒന്നാം സ്ഥാനം നേടിയ ആനിയ സുഹ്റ അബ്ദുൾ റഷീദ് 10 A. സെക്കൻഡ് ഹൃദ്യ S 8 C. തേർഡ് അക്സ്വ MT 10 A. ഹൈസ്കൂൾ വിഭാഗം ക്വിസ് കോമ്പറ്റീഷനിൽ ഒന്നാം സ്ഥാനം നേടിയ ഹരിദേവ് കൃഷ്ണ S A 8 C. സെക്കൻഡ് ഹൃദ്യ S 8 C. തേർഡ് അമാന ഷെറിൻ 8 F. ഹൈസ്കൂൾ വിഭാഗം ക്വിസ് കോമ്പറ്റീഷനിൽ ഒന്നാം സ്ഥാനം നേടിയ ഹരിദേവ് കൃഷ്ണ S 8 C. സെക്കൻഡ് ഹൃദ്യ S 8 C. ഹൃദ്യ S 8 C. അമാന ഷെറിൻ 8 F. മലയാള പ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ റസ ഫാത്തിമ P 8 F. ഇംഗ്ലീഷ് പ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ആയിഷ തമീമ T 10 D. സെക്കൻഡ് സലാഹ ലത്തീഫ് P 8 F. മൂന്നാം സ്ഥാനം ആയിഷ നിൽന PP 8 F. English elocution competition higher secondary. First, Fatima Sharha K +1 Science B. Second, Esa Mariam T +1 Science B. English elocution competition for higher secondary. Fatima Sharha K. Second, Esa Mariam T. Quiz competition for higher secondary. Ajanya E +1 Humanities first prize.
Ajanya E. Second, Avantika MV +1 Science B batch. Second, Avantika MV +1 Science B batch. Third, Drishya Mohandas +1 Science B batch. Malayalam essay writing for higher secondary. First, Gargi M +1 Science. Gargi M +1 Science. Second, Fatima Shivana P +2 Science. Fatima Shivana P +2 Science. Third, Rinsha Riaz +1 Science. Third, Rinsha Riaz +1 Science. English essay writing for higher secondary. Fatima Rivasi +2 Humanities. First, Fatima Rivasi +2 Humanities. Second, Adit Jairam +2 Science B batch. Adit Jairam +2 Science. Third, Ajanya E +1 Humanities. Ajanya E +1 Humanities. അടുത്തായി വേദിയിൽ സ്റ്റേറ്റ് സോഷ്യൽ സയൻസ് ഫെയർ എലക്യൂഷനിൽ എ ഗ്രേഡ് നേടിയ സ്റ്റേറ്റ് സോഷ്യൽ സയൻസ് ഫെയർ എലക്യൂഷനിൽ എ ഗ്രേഡ് നേടിയ നൂതൻ ധീര AK +2 ഹ്യൂമാനിറ്റീസ്. നൂതൻ ധീരയ്ക്ക് സമ്മാനദാനം നൽകുന്നത് വൈശാഖ്. നൂതൻ ധീരയ്ക്ക് സമ്മാനദാനം നൽകുന്നത് വൈശാഖ്. കേരള സ്കൂൾ കലോത്സവത്തിൽ നാടോടി നൃത്തത്തിൽ എ ഗ്രേഡ് നേടി സ്കൂളിന് അഭിമാനമായി തീർന്ന ഗായത്രി ടി. ഇവർക്കുള്ള സമ്മാനദാനം നൽകുന്നത് വൈശാഖ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ അഭിമാനമായ വൈശാഖ്. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ നാടോടി നൃത്തത്തിൽ എ ഗ്രേഡ് നേടിയിട്ടുണ്ട്. കരാട്ട നാഷണൽ ലെവൽ സെക്കൻഡ് പ്രൈസ് ഫാത്തിമ സിയ CP 9th B. നാഷണൽ ലെവൽ കരാട്ട മത്സരത്തിൽ സെക്കൻഡ് പ്രൈസ് നേടിയ ഫാത്തിമ സിയ CP 9th B. ജിംനാസ്റ്റിക്കിൽ സ്റ്റേറ്റ് ലെവലിൽ സ്കൂളിന് അഭിമാനമായി തീർന്ന് ഫസ്റ്റ് പ്രൈസ് നേടിയ മുഹമ്മദ് ബാസിൽ KP 9th E. ജിംനാസ്റ്റിക്കിൽ സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റ് പ്രൈസ് മുഹമ്മദ് ബാസിൽ KP 9th E. ആശംസകൾ സമർപ്പിക്കുന്നതിനായി PTA പ്രസിഡന്റായ ശ്രീ അബ്ദുൾ സമദ് MBA സ്നേഹപൂർവ്വം ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സ്വാമി നരസിംഹാനന്ദജി, അതുപോലെ വേദിയിൽ ഭവിഷ്ഠരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, സദസ്സിലെ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, അധ്യാപകർ, സ്വാമി വിവേകാനന്ദ ജന്മദിനത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഇന്ന് എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. രാവിലെ മുതൽ ഈ സമയം വരെ ഇതിൻ്റെ പിന്നിൽ അണിയറയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി അധ്യാപകരും അതുപോലെ തന്നെ PTA, MPTA, SPG, ക്ലാസ് PTA മെമ്പർമാരും ഒട്ടനവധി പേർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. ഞാൻ ഒരു ആശംസാ പ്രസംഗമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളതെങ്കിൽ കൂടി
ഇന്ന് എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച വൈശാഖ് അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ ജീവിതാനുഭവ കഥ ഇവിടെ വിവരിച്ചു. ഓരോ മനുഷ്യനും അവനവൻ്റെ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്കുള്ള പടവുകൾ എങ്ങനെ കയറണമെന്ന് അദ്ദേഹം കൃത്യമായി ഇവിടെ ചിത്രീകരിച്ചു തന്നു. നമ്മുടെ ഈ വേദിയിൽ നമ്മൾ ക്ഷണിക്കപ്പെട്ട അതിഥികൾ എല്ലാവരും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഇന്നിവിടെ പങ്കെടുക്കുന്നത്. വൈശാഖ് അടക്കമുള്ളവർ ഏകദേശം 5 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് ഇന്ന് നമ്മുടെ ഈ പരിപാടിയിൽ എത്തിയിട്ടുള്ളത്. നമ്മുടെ ക്യാപ്റ്റൻ വിക്രമിൻ്റെ മാതാപിതാക്കൾ അവർ ഈ പരിപാടിയിൽ തുടങ്ങിയത് മുതൽ ഈ നേരം വരെ നമ്മോടൊപ്പം ഈ പരിപാടിയെല്ലാം ആസ്വദിച്ചു നമ്മോടൊപ്പം ഇരുന്നു. അതുപോലെ നമ്മുടെ ഈ പരിപാടി ഇത്ര നേരം നമ്മോടൊപ്പം വീക്ഷിച്ച നമ്മുടെ രക്ഷിതാക്കൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അധ്യാപകർ, എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ PTA കമ്മിറ്റിയുടെ പേരിലും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തതായി ആശംസകൾ സമർപ്പിക്കുന്നത് PTA പ്രസിഡന്റ് LP സ്കൂളിലെ PTA പ്രസിഡന്റായ ശ്രീ മുഹമ്മദ് ജാബറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം അധ്യക്ഷൻ നമ്മുടെ മാനേജറുമായ സ്വാമി നരസിംഹാനന്ദജി, നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത കേണൽ P. പണിക്കർ സാർ, മുഖ്യപ്രഭാഷണം നടത്തിയ കേണൽ നവീൻ പഞ്ചീത് സാർ, വിശിഷ്ടാതിഥി എത്തിയ വൈശാഖ്, നിങ്ങൾ സ്വാഗതം പറഞ്ഞ മനോജ് സാർ, നമ്മുടെ പ്രോഗ്രാം നന്ദി പറയുന്ന ശശിധരൻ സാർ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, അധ്യാപകരെ, നമസ്കാരം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയും എല്ലാ വിഷയങ്ങളും എല്ലാവരും അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് രാവിലെ മുതലേ കുട്ടികൾ, രക്ഷിതാക്കളും അധ്യാപകരും പല പ്രോഗ്രാമുകളായിട്ട് അവതരിപ്പിച്ചു. ഈ പരിപാടി വളരെ ഗംഭീരമായി നടത്തിക്കൊണ്ടുപോവുകയാണ്. സ്വാമി വിവേകാനന്ദൻ്റെ ആദർശങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുക, മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ പ്രോഗ്രാം എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. മാതൃസംഘം ചെയർപേഴ്സൺ ശ്രീമതി രഞ്ജിനി മധുസൂദനൻ ആശംസകൾ സമർപ്പിച്ച് സംസാരിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് രാവിലെ 9 മണി മുതൽ നമ്മൾ സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനം എന്നിവരെ വിപുലമായി കൊണ്ടാടുകയാണ്. വളരെ നേരത്തെ തന്നെ നിങ്ങൾ എത്തിച്ചേർന്നവരാണ് നിങ്ങളെല്ലാവരും ഇത്രയും നേരം ഈ പരിപാടി വീക്ഷിക്കുന്നതും. അപ്പം ഇനി വരും കാലങ്ങളിലും ഇതേപോലെ തന്നെ വിപുലമായ പരിപാടികളോടുകൂടി നല്ല ഒരു ജന്മദിനം കൊണ്ടാടട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ദേശീയ ഫുട്ബോൾ താരമായ വൈശാഖിൻ്റെ വാക്കുകൾ എന്നും നമുക്കൊരു പ്രചോദനമാണ്. സ്വന്തം മനക്കരുത്ത് കൊണ്ട് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നമുക്ക് ഉള്ളിൽ തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് തരണം ചെയ്യാം എന്നൊരു മെസ്സേജാണ് നമുക്ക് ഈ വൈശാഖ് തന്നത്. എന്നും അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഏത് തളർന്ന പ്രതിസന്ധിയിലും ഇത്തരത്തിലുള്ള വാക്കുകൾ നമുക്കൊരു ആത്മവിശ്വാസം തരുന്നതാണ്. അതുപോലെ തന്നെ ഇന്നിവിടെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊള്ളുന്നു. നന്ദി. LPയിലെ മാതൃസംഘം ചെയർപേഴ്സൺ ശ്രീമതി ജോഷ്നി TK. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ യൂത്ത് ഡേ സെലിബ്രേഷൻ ഗംഭീര വിജയമാക്കി തീർത്ത ഓരോരുത്തർക്കും
PTA കമ്മിറ്റിയുടെ പേരിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. LP വിഭാഗം പ്രധാന അധ്യാപിക ശ്രീമതി സുഷമ ടിയ. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയ വ്യക്തിത്വങ്ങളെ, നമ്മുടെ സ്കൂളിലെ വിവേകാനന്ദ ജയന്തി ആഘോഷങ്ങളിൽ രാവിലെ മുതൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു. നമസ്തേ. നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രധാന അധ്യാപകനായ ശാന്തകുമാർ കെ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ഈ വൈകിയ വേളയിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ ഒരാഴ്ചയോടെ നമ്മുടെ നീണ്ടു നിൽക്കുന്ന ഈ നമ്മുടെ ദേശീയ യുവജന ആഘോഷം കഴിഞ്ഞ ദിവസം നമ്മുടെ ഘോഷയാത്രയോടുകൂടി നമ്മൾ ആരംഭിച്ചു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഈ സന്തോഷം ഈ സമ്മതിയിൽ ഞാൻ അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. കൃതജ്ഞത പറയുന്നതിനായി ആഘോഷ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായ ശ്രീ മടിയൂർ ശശിധരൻ മാസ്റ്ററെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, വിദ്യാർത്ഥിനികളെ, നമ്മുടെ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച വിവിധ കലാപരിപാടികളോടൊപ്പം നടക്കുന്ന ഈ സാംസ്കാരിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് നമ്മുടെ പൂജനീയ സ്വാമിജിയാണ്. ശ്രീമദ് സ്വാമി നരസിംഹാനന്ദജി മഹാരാജിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട, നമ്മൾ അഭിമാനിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കേണൽ PV പണിക്കർ സാറാണ്. പണിക്കർ സാറിനെ നമ്മുടെ വിദ്യാലയത്തിന് വേണ്ടി, പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടി 1000 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഈ സാംസ്കാരിക സദസ്സിൽ മുഖ്യ പ്രഭാഷണം നടത്തിയത് കേണൽ നവീൻ ബെഞ്ചിത് സാറാണ്, കമാൻഡിംഗ് ഓഫീസർ, ടെറിട്ടോറിയൽ ആർമി, കോഴിക്കോട്. തിരക്കിനിടയിലും ഇവിടെ എത്തിച്ചേർന്ന് നമ്മളെല്ലാം ആവേശം കൊള്ളിച്ച പ്രഭാഷണം നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട കേണൽ നവീൻ ബെഞ്ചിത് സാറിനും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ വേദിയിൽ നടന്ന മറ്റൊരു മഹത്തായ ചടങ്ങാണ് ഈ വർഷം ദീർഘകാലത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം ഔദ്യോഗികമായി മാത്രം നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് പിരിയുന്ന സുഷമ ടീച്ചർ, പരമേശ്വരൻ സാർ, ബിന്ദു ടീച്ചർ, ലതിക ടീച്ചർ, പത്മിനി ടീച്ചർ. ഈ മഹത്തായ ചടങ്ങിൽ പങ്കെടുത്ത് അവരെ ആദരിച്ച, അവരുടെ ആദരിക്കൽ ചടങ്ങിന് നേതൃത്വം നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട കല്യാണി പണിക്കർ മേഡത്തിന് ഹൃദയപൂർവ്വം വിദ്യാലയത്തിൻ്റെ പേരിലും ആഘോഷ കമ്മിറ്റിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുകയും നമ്മളെല്ലാം ആവേശം കൊള്ളിച്ച് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത്, നിരാശ കൈവടിയോ എന്ന് നമ്മളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് നമ്മളോട് സംസാരിച്ച നമ്മുടെ പ്രിയപ്പെട്ട വൈശാഖ് SR, ദേശീയ ഫുട്ബോൾ താരം, അദ്ദേഹത്തിന് വേണ്ടി, നമ്മുടെ വിദ്യാലയത്തിന് വേണ്ടി, ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടി, പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങ് ഇന്ന് ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കോഴിക്കോടിൻ്റെ മന്ത്രി ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് സാർ
ഇവിടെ എത്തിച്ചേരേണ്ടതായിരുന്നു. ഇന്നലെ രാത്രിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് വിളിച്ച് ചില കാരണങ്ങളാൽ ഇന്ന് കോഴിക്കോട് എത്തിച്ചേരാൻ പറ്റാത്ത അസൗകര്യം അറിയിക്കുകയുണ്ടായി. മേലിൽ ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടാണെങ്കിൽ നമ്മുടെ വിദ്യാലയത്തിൽ വരികയും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതാണ് അദ്ദേഹം ഏറ്റിട്ടുണ്ട്. അദ്ദേഹത്തിനും പ്രത്യേകം നമ്മുടെ വിദ്യാലയത്തിന് വേണ്ടിയും ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടിയും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരിയായ നമ്മുടെ കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് മേഡവും ഈ യോഗത്തിൽ ഈ സാംസ്കാരിക സദസ്സിൽ എത്തിച്ചേരേണ്ടതായിരുന്നു. ചില ഔദ്യോഗിക തിരക്ക് മൂലം മാഡത്തിനും എത്തിച്ചേരാൻ വേണ്ടി സാധിച്ചിട്ടില്ല. മേഡത്തിനും ഞാൻ ഈ വേദിയിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ ആശംസ പ്രസംഗം നടത്തിയ ശ്രീമതി രമ്യ സന്തോഷ്, കൗൺസിലർ കോഴിക്കോട് കോർപ്പറേഷൻ, ശ്രീ അബ്ദുൾ സമദ് MV PTA പ്രസിഡന്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം, മുഹമ്മദ് ജാബിർ KI PTA പ്രസിഡന്റ് LP വിഭാഗം, ശ്രീമതി രഞ്ജിനി മധുസൂദനൻ മാതൃസംഘം ചെയർപേഴ്സൺ HSS, ശ്രീമതി ജോഷ്നി TK മാതൃസംഘം ചെയർപേഴ്സൺ LP വിഭാഗം, അതുപോലെ തന്നെ ഹെഡ്മാസ്റ്റർ ശാന്തകുമാർ സാർ, അഡ്മിനിസ്ട്രേറ്റർ സുഷമ ടീച്ചർ, അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പാൾ G മനോജ് കുമാർ സാർ, ഇവർക്കെല്ലാം നമ്മുടെ വിദ്യാലയത്തിൻ്റെ പേരിലും ആഘോഷ കമ്മിറ്റിയുടെ പേരിലും പ്രോഗ്രാം കമ്മിറ്റിയുടെ പേരിലും ഔദ്യോഗികമായി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ വിദ്യാലയത്തെയും പരിസരത്തെയും ആവേശത്തിലാക്കിക്കൊണ്ട് വിവേകാനന്ദ ദർശനങ്ങൾ ഉൾക്കൊണ്ട സൂക്തങ്ങളും വരികളും ഉച്ചരിച്ചുകൊണ്ട് പ്ലേക്കാർഡുകൾ പിടിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിലെ റെഡ് ക്രോസ്, NCC, ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്, സ്റ്റുഡൻസ് പോലീസ്, NSS, PTA സ്റ്റാഫ് അംഗങ്ങൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വർണ്ണശബളമായ വിളംബര യാത്ര നടത്തുകയുണ്ടായി. ഈ വിളംബര യാത്രയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും വിവിധ ഏജൻസികളെയും എല്ലാവർക്കും പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് വളരെ സ്വാദിഷ്ടമായ സദ്യ ഒരുക്കിയ ആളുകൾ, അതുപോലെ തന്നെ ഈ അറേഞ്ച്മെൻ്റ് എല്ലാം നടത്തിയ ലൈറ്റ്സ് ആൻഡ് സൗണ്ടുകാർ, അതുപോലെ തന്നെ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു കഴിഞ്ഞവർ, ഇനി നിങ്ങൾക്ക് മുമ്പിൽ കലയുടെ മായാപ്രപഞ്ചം സൃഷ്ടിക്കാൻ പോകുന്ന ആളുകൾ, പാട്ടുപാടാൻ പോകുന്ന ആളുകൾ, എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി 1000 തവണ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സാംസ്കാരിക സദസ്സ് അവസാനിച്ചിരിക്കുന്നു. ഇനി വേദിയിൽ ഉടൻ തന്നെ തിരുവാതിരക്കളി, മിമിക്രി, ഗാനമേള, നാടകം, നൃത്താവിഷ്കാരം, ഇത്രയും പരിപാടികളുണ്ട്. എല്ലാ പരിപാടികളും കണ്ട ശേഷം മാത്രമേ വേദിയിൽ നിന്ന് കാണികൾ പോകാവൂ എന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. മനോഹരമായ ഒരു നാടകം, ഒരു നൃത്താവിഷ്കാരം, ഗാനമേള, മിമിക്രി, തിരുവാതിരക്കളി. അടുത്തതായി വേദിയിൽ ഉടൻ തന്നെ തിരുവാതിരക്കളി ആരംഭിക്കുകയായി.